ദൈവത്തോടുള്ള ബഹുമാനത്തോടെ വേണം നമ്മൾ ദൈവസന്നിധിയിലായിരിക്കാൻ. ഹാലലുയ. ആര് ശുശ്രൂഷിക്കുന്നു എന്നുള്ളതിലല്ല. ഹാലലുയ. ഇന്ന് രാത്രി കാലം നിങ്ങൾ വാസ്തവമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും, പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടും. ഹാലലുയ. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം പ്രിയമുള്ളവരെ. ഹാലലുയ. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാവരും വളരെ പ്രാർത്ഥനയോടെയായിരുന്നിട്ട്, കർത്താവേ ഇന്ന് രാത്രി എന്നോടൊന്ന് സംസാരിക്കണമേ, അവിടുത്തെ ശബ്ദം എന്നെ ഒന്ന് കേൾപ്പിക്കണമേ കർത്താവേ. ഹാലലുയ. അവൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ തീർച്ചയായും പൗലോസ് ഇങ്ങനെ പറഞ്ഞു, വചനത്തിന്റെ വാതിലുകൾ തുറക്കേണ്ടതിന് എന്ത് ചെയ്യാൻ പറഞ്ഞു? പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അതുപോലെ പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ തീർച്ചയായും ഹാലലുയ ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യും. ഞാൻ ഒത്തിരി പറഞ്ഞ് മുന്നോട്ട് പോകുന്നില്ല. ഇന്ന് രാത്രിത്തെ ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ച് സഹായിച്ചാട്ടെ. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. മതി. എല്ലാ കണ്ണുകളും അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി നന്ദി പറയുന്നു കർത്താവേ. ഇന്ന് രാത്രി പല ദേശങ്ങൾ, പല രാജ്യങ്ങളിൽ, പല സംസ്ഥാനങ്ങളായിരുന്നു കൊണ്ട് കർത്താവെ ജനം അവിടുത്തെ സന്നിധിയിലാണ് ആയിരിക്കുന്നത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് ഈ ജനത്തോട് എന്താണ് സംസാരിക്കുവാനുള്ളത്? ഹാലലുയ. ആ ദൈവ ശബ്ദത്തെ കൈമാറാൻ അടിയനെ അവിടെ നിന്ന് ഉപയോഗിക്കണമേ കർത്താവേ. ഇന്ന് രാത്രി അടിയന്റെ ശബ്ദം ദൈവത്തിന്റെ ശബ്ദമായി മാറട്ടെ, അടിയന്റെ വാക്കുകൾ ദൈവത്തിന്റെ വാക്കുകളായി മാറട്ടെ. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ വലിയ പരിവർത്തനം ഈ ജനം അനുഭവിച്ചറിയത്തക്ക നിലകളിൽ അവരിയ്ക്കുന്ന സ്ഥാനങ്ങളിൽ ആത്മാവിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം അവരനുഭവിച്ചറിയുമ്പോൾ ഇന്ന് രാത്രി അവരുടെ മുമ്പിൽ നിൽക്കുന്ന എത്ര വലിയ പ്രശ്നമായാലോ, അവനേത് രോഗങ്ങളായാലോ, ഏത് പ്രതിസന്ധികളായാലോ, അവരുടെ ശരീരാത്മദേഹികളിൽ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ വചനം പറയുന്നത് പോലെ പർവ്വതങ്ങൾ ദൈവസന്നിധിയിൽ മെഴുകുരുകുന്നത് പോലെ ഉരുകുമെന്നാണ്. അങ്ങനെയെങ്കിൽ ആമേൻ, വചന ശുശ്രൂഷയിൽ വെളിപ്പെടുന്ന ആ സാന്നിധ്യത്തിന്റെ മുമ്പിൽ ഇന്ന് രാത്രി പർവ്വത സമമായി നിൽക്കുന്നതൊക്കെയും മെഴുകുപോലെ ഉരുകി ഒരു പുതിയ ബലത്തോടെ എഴുന്നേൽക്കുവാൻ, ഒരു പുതിയ ശക്തിയോടെ ഈ ജനം എഴുന്നേൽക്കുവാൻ ഇന്ന് രാത്രി അവിടുന്ന് കണ്ണ് കാണിക്കണമേ കർത്താവേ. സ്വയത്തിൽ നിന്നൊന്നും പറയാൻ അനുവദിക്കല്ലപ്പാ, മാനുഷികമായി ഒന്നും പറയാൻ അനുവദിക്കല്ല കർത്താവേ. ഇതിനകത്ത് എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന, എന്നെ കാണുന്ന ഈ ജനത്തെ നന്നായി ദൈവം അറിയുന്നു. വാസ്തവമായി മനുഷ്യർ പുറമെയുള്ളത് നോക്കുമ്പോൾ ഹൃദയങ്ങളെ അറിയുന്നവൻ ഇന്ന് രാത്രി അവരെ ഹൃദയത്തെ തട്ടി ഉണർത്തി അവിടുന്ന് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങ് കരുണയുള്ളവനാണ്, അങ്ങ് ദയയുള്ള ദൈവമാണ്, അങ്ങ് മനസ്സലിവുള്ള ദൈവമാണ്, അങ്ങ് സർവശക്തനാണ്. ആ മഹത്വം ഇതിനകത്ത് ചലിക്കട്ടെ, അത് വ്യക്തികളിൽ ചലിക്കട്ടെ. എത്ര വിദൂരങ്ങളിലാണെങ്കിലോ ഇന്ന് രാത്രി വചനത്തിന് ചിലത് ചെയ്യാൻ കഴിയോ, അവൻ വചനത്തിന് ചിലത് പ്രവർത്തിക്കുവാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, മുഴുവൻ മഹത്വം ഞാൻ എന്റെ അപ്പന് തരികയാണ്. തുടർന്നുള്ള നിമിഷങ്ങൾ പരിശുദ്ധാത്മാവ് തന്നെ അവിടെ ഏറ്റെടുത്ത് നടത്തും, പൊന്നുകരങ്ങളിൽ എത്തിക്കുന്നു. യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷമുള്ളവരെല്ലാം ഒന്ന് കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട് പ്രിയമുള്ളവർ. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ വായിച്ചത് കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ. ഇപ്പൊ എനിക്ക് കണ്ണിന് മങ്ങലുണ്ട്, അപ്പൊ നല്ലപോലെ അക്ഷരങ്ങൾ വ്യക്തമാകില്ല. ആമേൻ, സ്തോത്രം. ബൈബിൾ എന്നെ ഒന്ന് വായിച്ച് സഹായിക്കണമേ. നോക്കണമേ, ഈ 2 കൊരിന്ത്യർ ഈ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ പൗലോസിന്റെ ഈ പുതിയ നിയമ ലേഖനങ്ങളിൽ തന്നെ ഏറ്റവും അധികം വ്യക്തിപരമായി എഴുതിയ ലേഖനമാണ് ഈ 2ാമത്തെ ലേഖനം. പ്രൈസ് ദി ലോർഡ്. 2 ലേഖനങ്ങൾ അല്ലെ, 2ാമത്തെ ലേഖനം. അതുപോലെ തന്നെയാണ് ആമേൻ, സ്തോത്രം, കൊരിന്ത്യർക്കും
ആമേൻ ഹല്ലേലൂയ, നമുക്കും പൗലോസ് ആമേൻ തന്റെ ഹൃദയം തുറക്കുന്ന ഒരു അനുഭവത്തെ ഈ 2 കൊരിന്ത്യരിൽ നമുക്ക് കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ നോക്കണമേ, ആമേൻ ഹല്ലേലൂയ, പൗലോസ് അകമേ ഏതു തരത്തിലുള്ള മനുഷ്യനായിരുന്നു എന്ന്, അല്ലെങ്കിൽ മനുഷ്യനാണെന്ന് നമുക്ക് ഈ 2 കൊരിന്ത്യർ എന്ന ലേഖനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അത് ആഴമായി പഠിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും നമുക്കത് നന്നായി മനസ്സിലാക്കാൻ കഴിയും പ്രിയമുള്ളവരെ. അപ്പോൾ ഈ പൗലോസ് ഹല്ലേലൂയ തന്റെ ശരീരത്തെ ഭൗമിക കൂടാരമെന്ന് വിളിക്കുന്നതായി നമുക്ക് ഈ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നു അല്ലെ. തന്റെ ശരീരത്തെ ഭൗമിക കൂടാരം എന്നാണ് പൗലോസ് വിളിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നോക്കണമേ, ഈ ഭൗമിക കൂടാരം ക്ഷയിച്ചു പോകുമെന്ന് ആമേൻ 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്. അവിടെ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു, എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ ബലപ്പെട്ടിരിക്കുന്നു അല്ലെ. എന്ന് പറഞ്ഞാൽ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ പ്രിയ ദൈവത്തിന്റെ പൈതലേ, ആമേൻ സ്തോത്രം. അകം നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്ന, അകം നാൾക്ക് നാൾ ബലപ്പെടുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ പുറമെ എന്തൊക്കെ പ്രതിസന്ധികളിലൂടെ കടന്നു പോയാലും, ഏതൊക്കെ സാഹചര്യത്തിലായിരുന്നാലും, ആമേൻ ഇന്ന് രാത്രി ഞാനൊരു ദൂത് കൈമാറാം. ആ അകമേയുള്ളവൻ ബലപ്പെട്ടിരിക്കുന്നവനെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ഞാൻ അപ്പോൾ തന്നെ ഹല്ലേലൂയ അതിമനോഹരമായി നമ്മുടെ മധ്യത്തിൽ പാടിയ ആമേൻ ഷീജ സിസ്റ്ററെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. നന്നായി താൻ എന്ത് ചെയ്തു, പാടി. ആമേൻ ഹല്ലേലൂയ. ആത്മീക ഗീതങ്ങൾ പാടി നമുക്ക് പ്രചോദനം തരുവാനിടയായി. അങ്ങനെ ശ്രദ്ധയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. അപ്പൊ നോക്കണമേ പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ഭൗമിക ശരീരം അവൻ ഒരിക്കലും എന്ത് ചെയ്യുന്നറിയാമോ, മരണം മൂലം നശിപ്പിക്കപ്പെടും. ഹല്ലേലൂയ. നമ്മുടെ ഈ ഭൗമ ഭവനം നശിച്ച് നമ്മുടെ ആത്മാവ് എന്ത് ചെയ്യുന്നറിയാമോ, നമ്മുടെ ശരീരത്തെ വിട്ടുപോകും. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഇന്ന് രാത്രികാലം നമ്മുടെ ഈ ശരീരം, നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കാറുണ്ട്. നമ്മൾ എല്ലാ കാര്യങ്ങളും, ലോകപരമായ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, സൂക്ഷിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി നിന്റെ ശരീരത്തെ കുറിച്ച് നീ നന്നായി ഒന്ന് തിരിച്ചറിയണം. അല്ലെങ്കിൽ നിന്നെ എന്തിനാണ് ദൈവം വിളിച്ചത്, എന്തിനാണ് ദൈവം വേർതിരിച്ചത്, ഇന്ന് രാത്രി അത് തിരിച്ചറിയണം. നോക്കണമേ പ്രിയമുള്ളവരെ, ഈ പൗലോസ് പറയുകയാണ്, ആമേൻ തന്റെ ഈ ഭൗമിക കൂടാരം, ആമേൻ ഈ ശരീരം പുറമേ ക്ഷയിച്ചാലും, എത്ര പ്രതിസന്ധികൾക്കകത്തൂടെ പോയാലും, ഇനി രോഗമാകട്ടെ, കഷ്ടമാകട്ടെ, ദുഃഖമാകട്ടെ, ഏതവസ്ഥയിലൂടെ പോയാലും അതെന്ത് ചെയ്യുന്നറിയാമോ, നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കും. ഞാൻ പറയാം, നമ്മുടെ ക്രിസ്തീയ ജീവിതം അത് പ്രത്യാശ നിറഞ്ഞതാണ്. അത് പ്രശ്നങ്ങളുടെ അകത്ത് ഓടി ഒളിക്കുന്നതല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതം. ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടെ പറയട്ടെ, അകം ബലപ്പെട്ടിരിക്കുന്നവൻ, നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നവൻ, എത്ര തന്നെ പ്രതിസന്ധികൾക്കകത്തൂടെ കടന്നു പോയാലും, അതിനി ഒറ്റപ്പെടലാകട്ടെ, കണ്ണുനീരിന്റെ താഴ്വരകളാകട്ടെ, അവൻ രോഗങ്ങളാകട്ടെ, ഏത് മേഖലയാകട്ടെ, അവൻ തളരത്തില്ല പ്രിയമുള്ളവരെ. അവൻ ആ പ്രതിസന്ധിയെ ജയിച്ച് കയറിയിരിക്കും. അതാണ് നാൾക്ക് നാൾ അവൻ അകമേയുള്ള മനുഷ്യൻ പുതുക്കം പ്രാപിക്കുന്നതിന്റെ പ്രത്യേകത. ഈ അകത്തെ മനുഷ്യന് ക്ഷതം തട്ടുന്നത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഒരു ദിവസം നമുക്ക് ആത്മീക ജീവിതം ഉണ്ടെങ്കിൽ അടുത്ത ദിവസം നമുക്ക് അതില്ല. ഒരു ദിവസം നമ്മൾ പ്രാർത്ഥിച്ച് ബലപ്പെട്ടാൽ അടുത്ത ദിവസം നമുക്ക് പ്രാർത്ഥിച്ച് ബലം പ്രാപിക്കാൻ കഴിയത്തില്ല. ഒരു ദിവസം നമുക്ക് ഭയങ്കര വിശ്വാസമായിരിക്കും, അടുത്ത ദിവസം എന്തെങ്കിലും ഒരു പ്രശ്നം മതി. സ്തോത്രം.
മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്തെങ്കിലും ഒരു ചില വ്യക്തികൾക്ക് ഒരു വാക്ക് കേട്ടാൽ മതി, കൂടെയുള്ള ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ മതി, ആമേൻ സ്തോത്രം, അതോടെ പോകും നമ്മുടെ ആത്മീകം. പിന്നെ എന്ത് ചെയ്യുന്നറിയാമോ? ആമേൻ സ്തോത്രം, ഒരു 5-6 ദിവസത്തേക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. പിന്നെ അടുത്ത ഉപവാസ പ്രാർത്ഥന വരണം, നമ്മളൊന്ന് ബലപ്പെടണമെങ്കിൽ. അങ്ങനെയല്ല പ്രിയമുള്ളവരെ, ഈ അകമേ ബലപ്പെട്ടിരിക്കുന്നവൻ ഏത് പ്രതിസന്ധിക്കകത്തും അവൻ പ്രതിസന്ധികളെ നോക്കത്തില്ല, പ്രതികൂലങ്ങളെ നോക്കത്തില്ല, രോഗങ്ങളെ നോക്കത്തില്ല, കഷ്ടതകളെ നോക്കത്തില്ല. അവനൊരു പ്രത്യാശയുണ്ട്. ഇന്നലകളിൽ എന്നെ വിടുവിച്ചവൻ, ഇന്നലകളിൽ എന്റെ കൂടെ ഇരുന്നവൻ, എന്റെ കഷ്ടങ്ങളിൽ, എന്റെ പ്രതിസന്ധികളിൽ, എന്റെ വേദനകളിൽ ഞാൻ വിളിച്ചപ്പോഴൊക്കെയും എനിക്ക് ഉത്തരവല്ലിയൊരു ദൈവമുണ്ട്. ഇന്നലെ വരെ അവൻ എന്നെ നടത്തിയെങ്കിൽ, ആമേൻ സ്തോത്രം, ഞാനിപ്പോൾ ആയിരിക്കുന്ന പ്രതിസന്ധിക്കകത്തു നിന്നും എന്നെ വിടുവിപ്പാൻ അവൻ ശക്തനാണ്. ഹല്ലേലൂയ. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ അകം ബലം പ്രാപിച്ചവന്റെ പ്രത്യേകത അതാണ് കേട്ടോ. അവൻ തീയിൽ കൂടെ നടന്നാൽ വെന്തു പോകത്തില്ലെന്നേ, നദിയിൽ കൂടെ നടന്നാൽ അത് നിന്നെ മുക്കി കളയത്തില്ല. അവനൊരു ഉറപ്പുണ്ട്, ഞാൻ തീക്കകത്തൂടെ നടന്നാലും, ഞാൻ വെള്ളത്തിനകത്തൂടെ കടന്നു പോയാലും, ആമേൻ, എന്നെ നടത്തുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്, എന്നെ നിർത്തുന്നൊരു ദൈവ കൃപയുണ്ട്. എന്നോട് കർത്താവ് വാക്ക് പറഞ്ഞിട്ടുണ്ട്, ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെ ഇരിക്കാമെന്ന്. എന്നോട് വാക്ക് പറഞ്ഞതൊരു മനുഷ്യനല്ല. ആമേൻ ഹല്ലേലൂയ. വ്യാജം പറയാൻ അവൻ മനുഷ്യനല്ല, അനുഭവിക്കുവാൻ അവൻ മനുഷ്യപുത്രനല്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവം എന്തെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, സ്തോത്രം, സ്തോത്രം ചെയ്യുകയാണ്. അത് ആമേൻ നിവർത്തിക്കുന്ന ദൈവമാ, മനുഷ്യനാ വാക്ക് മാറുന്നത്. അപ്പൊ അതും ബലപ്പെട്ടവൻ ഒരു ഉറപ്പുണ്ട്, ആമേൻ ഈ പ്രതിസന്ധിയിൽ ഞാൻ തകരത്തില്ല. എന്നോട് വാക്ക് പറഞ്ഞൊരു ദൈവമുണ്ട്, അവൻ എന്നെ നടത്തും. സ്തോത്രം. അവൻ എന്നെ പരിപാലിക്കും, അവൻ എന്നെ കരുതും, അവൻ എന്നെ സൂക്ഷിക്കും. പൗലോസ് പറഞ്ഞില്ലേ, ഞാൻ ആയതും ഞാൻ ആകുന്നതും അവിടുത്തെ കൃപയാല, അല്ലേ? അവിടെ പറയുന്നുണ്ട്, ആമേൻ, താൻ എന്ത് ചെയ്തില്ല, ആ ദൈവകൃപ വ്യക്തമാക്കിയില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ആമേൻ, നമ്മളായതും നമ്മളാകുന്നതും ദൈവത്തിന്റെ കൃപയാണ് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ആമേൻ സ്തോത്രം, സ്തോത്രം, സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, പുറമേ ഉള്ളവൻ ക്ഷയിച്ചാലും അകമേ ഉള്ളവൻ ബലപ്പെട്ടിരിക്കണം. അതുകൊണ്ടാണ് റോമാലേഖനം 7:24 ഇങ്ങനെ പൗലോസ് പറഞ്ഞു, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, മരണത്തിന് അധീനമായിരിക്കുന്ന ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? സ്തോത്രം, സ്തോത്രം. സത്യത്തിൽ എനിക്ക് ഇത്രയും ഒരു വ്യക്തി മാത്രമാണ് ഇതിനകത്ത് ക്യാമറ ഓൺ ആക്കിയിരിക്കുന്നത്. നല്ല നിരുത്സാഹം വരുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഗസിയ എന്നാണോ സിസ്റ്ററിനോട് ദൂത് പറയാൻ വേണ്ടി വന്നപ്പോഴാണ് സിസ്റ്റർ ക്യാമറ ഓഫ് ആക്കിയത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങൾ കഴിവുള്ളവരെ സഹകരിക്കണം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ഞാൻ ശുശ്രൂഷ തുടങ്ങിയത് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആവശ്യമുള്ള ദൈവാലോചന ദൈവം കൈമാറും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, പൗലോസ് പറയുകയാണ്, ആ വചനം ഞാൻ അവിടെ നിൽക്കട്ടെ, പറയാം. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രി ഗസി എന്നാണോ പേര്? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇങ്ങനെ ദൂത് കൈമാറുകയാണ്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവ സന്നിധാനത്തിൽ വെച്ചിരിക്കുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നിന്നെ നടത്തിയൊരു കരമുണ്ട്, നിന്റെ കൂടെ ഇരുന്നൊരു കരമുണ്ട്, നിന്നെ വിടുവിച്ചൊരു കരമുണ്ട്. നിന്റെ പ്രാർത്ഥനകൾക്ക് നീ പോലും പ്രതീക്ഷിക്കാത്ത അത്ഭുതകരമായ മറുപടികളെ തന്ന ദൈവം അങ്ങനെ ഇടപെടുകയാണ്. ഓ റബാന ശറഖന, ഈ ദിവസങ്ങളിൽ നീ ആശ വെച്ചിരിക്കുന്ന നിന്റെ വിഷയങ്ങളിൽ അവന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് ആത്മാവ് ഇടപെടുകയാണ്. നീ പരാജയപ്പെട്ടു പോകത്തില്ലെന്നേ, പരാജയപ്പെടുത്തുവാനാണ് ശത്രു പദ്ധതികൾ ഒരുക്കുന്നതെങ്കിലും ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, നീ പരാജയപ്പെട്ടു പോകത്തില്ല.
പരാജയപ്പെടാൻ അവൻ സമ്മതിക്കയില്ല. എത്ര കാറ്റുകൾ നിന്റെ ജീവിതത്തിൽ വന്നാലും, എത്ര തിരമാലകൾ നിന്റെ ജീവിതത്തിൽ വന്നാലും നിന്നെ ഞാൻ വിട്ടുകൊടുക്കത്തില്ലെന്ന് ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുകയാണ്. കഴിഞ്ഞ നാളുകളിൽ നിനക്കെതിരെ എഴുതിയ രേഖകളെ ഞാൻ തിരുത്തി കുറിച്ച ദൈവമെങ്കിൽ ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ഇപ്പോഴും നിന്റെ മുമ്പിൽ ചില രേഖകളുണ്ട്, അതിനെ തിരുത്തി കുറിക്കുവാൻ ഞാൻ മതിയായ ദൈവമാണെന്ന് ആത്മാവ് ഇടപെടുകയാണ്. നീ ചഞ്ചലപ്പെടണ്ട, നീ ഭാരപ്പെടണ്ട. ആത്മാവ് ഇന്ന് രാത്രി നിന്നെ ഉറപ്പിച്ചുകൊണ്ട് പറയുകയാണ്. വചനത്തിൽ നീ ശ്രദ്ധിക്ക്. യഹോവയിൽ ആശ്രയിക്കുന്നവർ എന്നേക്കും കുലുങ്ങാത്ത സീയോൻ പർവ്വതം പോലെയാകുന്നു. അതെ, ഈ ദിവസങ്ങൾ നിന്നെ ഞാൻ അങ്ങനെ നിർത്താൻ പോകുകയാണ്. കുലുങ്ങാത്തൊരനുഭവത്തിൽ, തളരാത്തൊരനുഭവത്തിൽ, പതറിപ്പോകാത്തൊരനുഭവത്തിൽ നിന്നെ ഞാൻ നിർത്താൻ പോകുകയാണ്. ഇന്ന് രാത്രി ആത്മാവ് വ്യക്തതയോട് ഇടപെടുകയാണ്. ചില വേദനകൾക്കകത്ത് നിന്നെ ആത്മാവ് തൊടുകയാണ്. ഈ രാത്രി നിന്നെ ശക്തീകരിക്കുകയാണ്. ആ ശരീരത്തിൽ ഇപ്പോൾ ദൈവ സാന്നിധ്യം തൊടട്ടെ, ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ജീവിതത്തിൽ ചില ദൈവിക വിടുതലുകളെ ഇന്ന് രാത്രി ഞാൻ റിലീസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. ചിലത് തന്റെ ജീവിതത്തിൽ തുറന്നു വരട്ടെ, ചില ദൈവ പ്രവർത്തികൾ വെളിപ്പെട്ടു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്ന, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്ന ആ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി തനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ആമേൻ. സ്തോത്രം. നോക്കണമേ, പൗലോസ് പറഞ്ഞു, അയ്യോ ഞാൻ അനിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായിരിക്കുന്ന ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? സ്തോത്രം. നോക്കണമേ പ്രിയമുള്ളവരെ, അപ്പോൾ ഈ ശരീരം, നമ്മുടെ ഈ ശരീരമില്ലേ, ഒരിക്കൽ ഇതിനെ മരണത്തിന് വിട്ടുകൊടുത്തേ പറ്റൂ. ഹല്ലേലൂയ. നമ്മൾ ആമേൻ സ്തോത്രം, അത് ഇനി എത്ര വലിയ ശുശ്രൂഷകരായാലും, ആമേൻ ലോകപ്രകാരം നോക്കിയാൽ എത്ര പ്രശസ്ത, ഈ ഇടയ്ക്ക് ഒരു വ്യക്തി ആത്മഹത്യ ചെയ്ത് മരിച്ചല്ലോ, പുള്ളിയുടെ പേര് ഞാൻ അങ്ങോട്ട് മറന്നുപോയി. തന്റെ പ്രശസ്തിക്കോ തന്റെ കഴിവിനോ ആമേൻ ഹല്ലേലൂയ തന്റെ ആമേൻ പണത്തിനോ ഒന്നിനും തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. താൻ എന്തൊക്കെ ഈ ലോകത്ത് നേടിയെങ്കിലും നിമിഷം കൊണ്ട് താൻ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. മനസ്സിലായോ പ്രിയമുള്ളവരെ? നമ്മുടെ ഈ ശരീരമില്ലേ, ഈ ഭൗമിക കൂടാരമില്ലേ, ഇതൊരിക്കലും എന്ത് ചെയ്യുന്നറിയാമോ? ഇത് മരണത്തിന് കീഴടങ്ങിയേ പറ്റത്തുള്ളൂ. ഈ മരണത്തിന് അതീതമായിരിക്കുന്ന ശരീരത്തിൽ തന്നെ ആർ വിടുവിക്കുമെന്ന് പൗലോസ് പറഞ്ഞു. അപ്പൊ നമ്മുടെ ശരീരത്തെ പൗലോസ് വർണ്ണിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രയോഗം ഹല്ലേലൂയ, ഇത് മരണത്തിന് അധീനമായിരിക്കുന്ന ശരീരം എന്നാണ്. ഹല്ലേലൂയ. നമ്മൾ എത്ര പൊന്നുപോലെ ആമേൻ ഹല്ലേലൂയ സൂക്ഷിക്കുന്നതൊക്കെയും ഒരിക്കൽ നമ്മൾ വിട്ടുകൊടുത്തിട്ട് ഈ ശരീരമുണ്ടല്ലോ മരണത്തിന് കീഴടങ്ങേണ്ടി വരും. ഹല്ലേലൂയ. വചനം പറയുന്നല്ലോ, അവനവർ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതാകിലും തീയതാകിലും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഫലം കൊടുക്കുമെന്നാണ്. നമ്മൾ അന്യഭാഷ പറയുന്നുണ്ടായിരിക്കാം, നമ്മൾ ആരാധിക്കുന്നുണ്ടായിരിക്കാം, കൂട്ടായ്മകളിൽ നമ്മൾ ആക്റ്റീവായിരിക്കാം, പക്ഷെ ദൈവം നോക്കുന്നത് നിന്റെ പ്രവൃത്തിയോട്. ഹല്ലേലൂയ. നീ ദൈവസന്നിധിയിൽ എങ്ങനെയായിരിക്കുന്നു? നീ വിശ്വസ്തനാണോ? ഹല്ലേലൂയ. ഈ ഭൂമിയിലുള്ള എന്തിനൊക്കെ വേണ്ടിയാണോ നീ മുൻസ്ഥാനം കൊടുക്കുന്നത്? ആമേൻ ഹല്ലേലൂയ. ഇന്ന് നോക്കാമെങ്കിൽ കൂടുതലും പ്രാർത്ഥനകൾ ഈ ലോകത്തിന്റെ കാര്യങ്ങൾ നേടാനാണ്. അങ്ങനെ പ്രാർത്ഥിക്കേണ്ട നല്ല പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരു ദൈവമൈതന്റെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്, എന്റെ പ്രാണനാഥൻ ഇന്ന് രാത്രി ആ മദ്യവാനിൽ വെളിപ്പെട്ടാൽ ഹല്ലേലൂയ പോകുവാൻ തക്ക പാകപ്പെട്ട അല്ലെങ്കിൽ ഒരുക്കപ്പെട്ട ഒരു ജീവിതവുമായിട്ടാണോ ഞാൻ എന്റെ പ്രാണപ്രിയന്റെ സന്നിധിയിൽ നിൽക്കുന്നത്? അതോ ഈ ഭൂമിയിലുള്ള എന്തിനെങ്കിലൊക്കെ വേണ്ടി എന്റെ ഹൃദയം ഞെരങ്ങിയും ഭാരപ്പെട്ടും കർത്താവിനുള്ള പ്രത്യാശ വിട്ടുകളഞ്ഞ് എന്ന് പറഞ്ഞാൽ കർത്താവിലുണ്ട്,
പക്ഷെ ഹൃദയത്തിൽ പലപ്പോഴും പ്രത്യാശയില്ല. വചനം പറയുന്നില്ലേ, അവിശ്വാസമുള്ള ദുഷ്ട ഹൃദയം നമ്മളിൽ ഉണ്ടാകരുത് എന്നാണ്. ഏത് സാഹചര്യത്തിലും നിനക്ക് വിശ്വാസം വേണം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം പറയുന്നു, ആമേൻ, എല്ലാത്തിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. പ്രിയമുള്ളവരെ, അന്ന് ആ മധ്യവാനിൽ ആമേൻ എപ്പോഴാണ് നമ്മുടെ പ്രാണപ്രിയൻ വരുന്നതെന്ന് നമുക്കറിയില്ല. നമ്മുടെ അപ്പ എപ്പോഴാ നമ്മളെ ചേർക്കാൻ വരുന്നെന്ന് അറിയില്ല. അവൻ പറഞ്ഞു, ഞാൻ പോയതുപോലെ വരും, വീണ്ടും നിങ്ങളെ ചേർക്കുവാൻ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോയിരിക്കുകയാണ്. അതേ പ്രിയമുള്ളവരെ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, അവന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ എന്നെയും നിങ്ങളെയും ചേർക്കുവാൻ മധ്യവാനിൽ വെളിപ്പെടുമ്പോൾ ഇന്ന് രാത്രി ആത്മാവ് ചോദിക്കുകയാണ്, നീ ഒരുങ്ങിയിട്ടുണ്ടോ? ആമേൻ. റോമാലേഖനം ആമേൻ സ്തോത്രം 2-ാം അധ്യായത്തിന്റെ ആമേൻ സ്തോത്രം 28-ാം വാക്യം ഒന്ന് വായിച്ച് സഹായിക്കാമോ? പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല. അകമേ യഹൂദനായവനത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനത്രേ പരിച്ഛേദന. മതി. ആമേൻ സ്തോത്രം. നോക്കണമേ, ഇവിടെ പറയുന്നു, പുറമേ യഹൂദനായവൻ യഹൂദനല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പ്രിയ ദൈവത്തിന്റെ ജനമേ, ആമേൻ സ്തോത്രം. നിങ്ങൾക്ക് എത്രത്തോളം ഇത് ആമേൻ നിങ്ങൾ ഇന്ന് രാത്രി ആമേൻ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെറുതെ ഇതിനകത്ത് എണീക്കത്തില്ല. ഇന്ന് രാത്രി ഒരു ദൈവിക വിടുതലോടെ തന്നെ നിങ്ങൾ എഴുന്നേൽക്കും. ആമേൻ. ഇന്ന് രാത്രി ഞാൻ പറയുന്നത്, ഇവിടെ പറയുന്നു, പുറമേ യഹൂദനായവനല്ല യഹൂദൻ എന്നും ഇവിടെ പറയുന്നത്, ഈ പരിച്ഛേദന ശാരീരികമോ ബാഹ്യമായ ഒന്നല്ല, മറിച്ച് ആമേൻ ശരിയായ പരിച്ഛേദന എന്ന് പറഞ്ഞാൽ ശരിയായ ഹൃദയത്തിന്റെ മാറ്റം. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. ആത്മാവിനാൽ ഹൃദയത്തിന്റെ പരിച്ഛേദന അല്ലേ എന്ന് പറഞ്ഞാൽ, ആത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങൾ പൂർണ്ണമായി എന്ത് ചെയ്യണം? ക്രിസ്തുവിന് വേണ്ടി ഒരുക്കപ്പെടണം. നമ്മുടെ താൽക്കാലികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഭൗതിക കാര്യം, നമ്മുടെ രോഗസൗഖ്യത്തിന്, ആമേൻ ഹല്ലേലൂയ, നമ്മുടെ മറ്റു ഭൗതികമായ കാര്യങ്ങൾക്ക് ഇതിന് കർത്താവിനെ ആശ്രയിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അതിനേക്കാൾ ഏറ്റവും വലിയ നിന്റെ പ്രത്യാശ, ഏറ്റവും വലിയ നിന്റെ ഒരുക്കം എന്ന് പറയുന്നത് ആ നിത്യതയ്ക്ക് വേണ്ടിയായിരിക്കണം. പാട്ടുകാരൻ പാടുന്നില്ലേ, ഇന്നലേക്കാൾ ഇന്നു ഞാൻ പ്രിയ നാടിനോ ഏറ്റവും അടുത്തായതെനി എത്രയാനന്ദോ എന്ന് പറഞ്ഞാൽ, ഇന്നലേക്കാൾ ആമേൻ ഇന്ന് നിന്റെ ആത്മീക ജീവിതം എപ്രകാരമായിരിക്കുന്നു. അതേ പ്രിയമുള്ളവര്, ഓരോ ദിവസവും ആ പ്രിയനോട് അടുത്തായിരിക്കണം, ആ പ്രാണപ്രിയനോട് ചേർന്നായിരിക്കണം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ പ്രിയ ദൈവത്തിന്റെ പൈതലേ, അപ്പോൾ നോക്കണമേ, നമ്മുടെ ഹൃദയം ഈ ഭൂമിയിലുള്ള എന്തിനൊക്കെയോ വേണ്ടി പരക്കം പായുകയാണോ? അതെ, നമ്മൾ കുറെ പ്രാർത്ഥിച്ചു, മറുപടി കിട്ടിയില്ല. കർത്താവേ, അതിന് മറുപടി കിട്ടിയില്ല, ഇതിന് മറുപടി കിട്ടിയില്ല. ആമേൻ സ്തോത്രം. അങ്ങനെയല്ല പ്രിയമുള്ളവര്, മറുപടി കിട്ടിയാലും കിട്ടിയില്ലേലും, എന്നെ വെടിവെച്ചാലും വെടിവെച്ചില്ലേലും, ഈ ദൈവം എന്റെ ദൈവമാണ്. ഈ ഭൂമിയിലുള്ള ഒന്നിനു വേണ്ടിയല്ല ഞാൻ കാത്തിരിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ. ഈ ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ അതാത് സമയങ്ങളിൽ, അതെന്റെ സമയമല്ല, എന്റെ കർത്താവിന്റെ സമയത്ത് അവൻ എനിക്ക് വേണ്ടി ഭംഗിയായി ചെയ്തു തരും. അവനെന്ന് ഉറപ്പുള്ളവർ മാത്രം നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ.
എത്ര പേർക്ക് ഇന്ന് രാത്രി ഉറപ്പുണ്ട്? എന്റെ കാര്യങ്ങളൊക്കെ അതെന്റെ സമയത്തല്ല, അവന്റെ സമയത്ത് ദൈവം അത് ചെയ്യും. എനിക്ക് അതിനെ കുറിച്ചുള്ള ഭാരമല്ല. എന്റെ കർത്താവ് ഇന്ന് വന്നാലും പോകുവാൻ തക്കവിട എന്റെ ജീവിതത്തെ ഇന്ന് രാത്രി അവന്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണെന്ന് ഈ രാത്രി എത്ര പേർക്ക് സമർപ്പിക്കാൻ കഴിയും? അവരുടെ മേൽ അസാധാരണമായ ദൈവ സാന്നിധ്യം ഒഴുകുകയാണ്. ഇന്ന് രാത്രി അവരെ തൊടുകയാണ്. നിന്റെ പ്രത്യാശ വർദ്ധിക്കട്ടെ, നിന്റെ ഭാരങ്ങൾ മാറട്ടെ, നിന്റെ വ്യാധനകൾ, നിന്റെ വേദനകൾ മാറട്ടെ, നിന്റെ ആകുലങ്ങൾ മാറട്ടെ. ഇന്ന് രാത്രി നിന്റെ ശരീരത്തിന് ആ ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. രക്തത്താൽ വചനത്താൽ ജയമെടുക്കുകയാണ്. അതേ പ്രിയമുള്ളവരെ, നമ്മൾ പൊന്നുപോലെ സൂക്ഷിക്കുന്നതൊക്കെ ഒരിക്കൽ വിട്ടുകൊടുക്കണം. ഈ ആമേൻ ആമേൻ സ്തോത്രം. ആമേൻ, ഞാൻ പറഞ്ഞു വന്നത് വിട്ടുപോയി. നോക്കണമേ, നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? മാറ്റം സംഭവിക്കണം. ആമേൻ. പണ്ടൊരിക്കൽ ഒരു വ്യക്തിയെ ഇങ്ങനെ സ്നാനപ്പെടുത്താൻ കൊണ്ടുപോയപ്പോ കൈ മാത്രം എന്ത് ചെയ്തു? പൊക്കി വെച്ചിരുന്നു. അപ്പൊ ദൈവദാസൻ ചോദിച്ചു, എന്താ കൈ മുക്കാത്തേന്ന്? അപ്പൊ പറഞ്ഞു, എനിക്കിട്ട് ഒരുത്തന് 2 കൊടുക്കാനുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, കൈ മുക്കുന്നില്ല, ബാക്കി ഭാഗമല്ല. ആമേൻ. പുള്ളി എന്ത് ചെയ്തു? മുങ്ങാൻ തയ്യാറായി. ഞാൻ പറഞ്ഞത്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെന്ന് പറഞ്ഞാലും അന്യഭാഷ സംസാരിക്കുന്നെന്ന് പറഞ്ഞാലും ഈ വിട്ടുമാറാത്ത ചില സ്വഭാവങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ കർത്താവ് ഹാബേലിലും അവന്റെ ആരാധനയിലും പ്രസാദിച്ചെന്ന്. ആദ്യം നിന്നിൽ ദൈവം പ്രസാദിക്കണം, എങ്കിലേ നിന്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ പ്രിയ ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ ഹൃദയമുണ്ടല്ലോ, അതെപ്പോഴും കർത്താവിന് വേണ്ടി ഒരുക്കപ്പെട്ടതായിരിക്കണം. ഇന്ന് രാത്രി എത്ര ഹൃദയങ്ങൾ ആമേൻ കർത്താവിന് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു അനുഭവത്തിലായിരിക്കുന്നു. ആമേൻ. ശരിയായ പരിച്ഛേദന പാപത്തെ എന്ത് ചെയ്യുന്നറിയാമോ? അത് ചെത്തിക്കളയുന്നു. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ ദുഷ്ടത എന്ത് ചെയ്തെന്നറിയാമോ? അത് പിഴുത് കളയുന്നു. ഹല്ലേലൂയ. മനസ്സിലായോ? പത്രോസിൽ പറയുന്നില്ലേ, ആകയാൽ ആമേൻ ചതുവ്, ദുഷ്ടത, നുണ, ആമേൻ ഹല്ലേലൂയ, ഇതെല്ലാം നീക്കി കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെയാകാൻ. ആമേൻ ഹല്ലേലൂയ. മനസ്സിലായോ? പരിച്ഛേദനയേറ്റ ഹൃദയം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഹൃദയം. ആമേൻ സ്തോത്രം. ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാലും അങ്ങോട്ട് പകയില്ലാത്ത ഹൃദയം, ഇങ്ങോട്ട് എന്തൊക്കെ ചെയ്താലും അങ്ങോട്ട് സ്നേഹിക്കുന്ന ഹൃദയം. ഇതാ ക്രിസ്തുവിന്റെ ഹൃദയം. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ ചില സമയങ്ങളൊക്കെ വാക്കുകൾ കൊണ്ട് അടച്ചു നിർത്താറുണ്ട്. എന്നിട്ട് നമ്മൾ പറയും, ഞാൻ നല്ല 2 എണ്ണം കൊടുത്തിട്ടുണ്ടെന്ന് പറയും വാക്കുകൾ കൊണ്ട്. അങ്ങനെയല്ല പ്രിയമുള്ളവരെ, യേശുവിന്റെ നാമത്തിൽ മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ഹൃദയത്തിനകത്ത് രൂപാന്തരം സംഭവിച്ച, ഇച്ചിരി കൂടെ ഇറങ്ങി പറഞ്ഞാൽ ഞാൻ പറയാം, ഈ പുറമേയുള്ള മനുഷ്യനെ പോഷിപ്പിക്കുന്നതും പുറമേയുള്ള തൃപ്തിപ്പെടുത്തുന്ന ശുശ്രൂഷകളൊന്നും ദൈവിക ശുശ്രൂഷകളല്ല പ്രിയമുള്ളവരെ. അത് ദൈവിക ശുശ്രൂഷ എന്ന് പറയുന്നത് നിന്റെ അകത്തെ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. നിന്റെ അകത്തെ മനുഷ്യന് രൂപാന്തരം വരുത്തി ഓരോ ദിവസവും ഓരോ കൂട്ടായ്മകൾക്കകത്തൂടെ നിന്നെ നിത്യതയ്ക്കായി ഒരുക്കി ഓരോ ദിവസവും നിന്നെ ശുദ്ധീകരിച്ച് നിന്നെ നിർമ്മലീകരിച്ച് ആ നിത്യതയ്ക്കായി ഒരുക്കുന്നതാണ് യഥാർത്ഥമായ ദൈവിക ശുശ്രൂഷ. ഹല്ലേലൂയ. അപ്പോൾ പുറമെയുള്ള യഹൂദൻ ഒരിക്കലും യഹൂദനല്ല. അവൻ എന്ന് പറഞ്ഞാൽ പുറമേ ക്രിസ്ത്യാനി ആയവനല്ലെന്നാ ഞാൻ പറഞ്ഞത്. ആമേൻ സ്തോത്രം. യഹൂദനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവൻ മനുഷ്യരുടെ പ്രശംസ അന്വേഷിച്ച് അവൻ പുറമേ ഉള്ളത് മാത്രം കാണുന്നു. ഹല്ലേലൂയ. അങ്ങനെയല്ലേ പ്രിയമുള്ളവരെ, നമ്മൾ എന്ത് ചെയ്താലും, നമ്മൾ ഒരാൾക്കൊരു ദൈവദാസന് നന്മ കൊടുത്താൽ, നമ്മൾ ആരാധിച്ചാൽ, നമ്മളൊരു കൂട്ടായ്മ കൂടിയാൽ, നമ്മളൊരു ട്രാക്ട് കൊടുത്താൽ, നമ്മൾ പ്രസംഗിച്ചാൽ, നമ്മൾ പ്രവചിച്ചാൽ, അത് മനുഷ്യന് വേണ്ടിയല്ല, അത് ദൈവത്തിന് വേണ്ടിയായിരിക്കണം. ആമേൻ. അതിന് മാത്രമേ പ്രതിഫലമുള്ളൂ. ആമേൻ. എന്നോടൊരു സിസ്റ്റർ പറഞ്ഞു, ആമേൻ സ്തോത്രം, നമ്മൾ ദൈവദാസന്മാരെ ഒന്നും കൂടുതൽ കൊടുത്ത് പഠിപ്പിക്കരുതെന്ന്. അല്ലെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ദൈവദാസന്മാർക്കല്ലെന്നേ
കൊടുക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് ദൈവത്തിന്റെ രാജ്യത്തിനാ ചെയ്യുന്നത്. നീ ആ സീഡ് വിതയ്ക്കുന്നത്, ആ സീഡ് ഇടുന്നത് ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടിയാണ്, ദൈവനാമ മഹത്വത്തിനാണ്. നീ ആരാധിച്ചാൽ ഒരിക്കലും അത് മനുഷ്യരെ കാണിക്കാനാകരുത്, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതാകരുത്. നിന്റെ ആരാധന അത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാകണം. മത്തായിയുടെ സുവിശേഷം 23:5-7 ആ ഭാഗങ്ങളിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നു. അവർ തങ്ങളുടെ പ്രവർത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിനാണ് ചെയ്തത്. മനസ്സിലായോ പ്രിയമുള്ളവരെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് രാത്രി ആത്മാവ് പറയുകയാണ്, മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ നീ ഒന്നും ചെയ്യരുത്. നീ എന്തെങ്കിലും ചെയ്താൽ നിന്റെ അപ്പാക്ക് വേണ്ടി നീ ചെയ്യണം. ആമേൻ, ഹല്ലേലൂയ. അതെ റീന സിസ്റ്ററെ, ഇന്ന് രാത്രി ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. അതേ പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഒരു നിത്യ ഭവനം, ഒരു പുതിയ ആത്മീക ശരീരം ലഭിക്കുമെന്ന് നാം അറിയുന്നു അല്ലേ? ഒരു പുതിയ ശരീരം നമ്മുടെ വീണ്ടെടുക്കപ്പെട്ട ശരീരമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഈ പുനരുത്ഥാന ശരീരം ആമേൻ, ഹല്ലേലൂയ, ആമേൻ, കർത്താവിന്റെ വരവിൽ ആമേൻ, ഹല്ലേലൂയ, നമുക്കത് വെളിപ്പെടും. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി കാലം ഞാൻ പറയട്ടെ, ആമേന്റെ അധികം സമയമില്ലാത്തത് കൊണ്ട് എന്റെ സാക്ഷ്യം കൂടെ പറഞ്ഞ് ഞാൻ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വചനം എത്രത്തോളം പറയാൻ പറ്റും എന്നുള്ളത് എനിക്കറിയത്തില്ല, എങ്കിലും ഹല്ലേലൂയ, ആമേൻ, എന്റെ സാക്ഷ്യം കൂടെ പറയട്ടെ. പ്രിയമുള്ളവരെ, 2020, 21, 22 കാലയളവിൽ ആമവാദം എന്ന രോഗത്താൽ 2.5 വർഷം കിടന്നുപോയൊരു വ്യക്തിയാണ് ഞാൻ. 30 പ്രാവശ്യം അന്ന് ആമവാദം വരുമ്പോൾ 25 പ്രാവശ്യം ഞാൻ മരണത്തിലൂടെ കടന്നുപോയി. ഹല്ലേലൂയ. ഞാൻ ശുശ്രൂഷകളിൽ റെസ്റ്റില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് എനിക്ക് ആമവാദം എന്ന രോഗം വരുന്നത്. ഞാൻ ആ രോഗത്തിന് അടിമപ്പെടുമ്പോൾ ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, ആമേൻ, വളരെ പ്രത്യാശയോടെ നിൽക്കാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ഞാനൊരു ഹിന്ദു ഡോക്ടറിനെയാണ് ആമേൻ കാണാൻ ഇടയായത്. ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, പെട്ടെന്ന് തന്നെ സിസ്റ്റർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, ടെസ്റ്റ് ചെയ്തെങ്കിലേ എന്താണ് രോഗമെന്ന് അറിയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ആമവാദം എന്ന രോഗമാണ്. എന്റെ ശരീരത്തിൽ മൊത്തം അത് വ്യാപിച്ചു. 3 ഇരട്ടി ഹൈ ആണെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ശുശ്രൂഷിച്ചത് ഭേദമാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, സ്തോത്രം, പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാൽ പ്രിയമുള്ളവരെ, ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്തു. ഞാൻ ആയുർവേദമാണ് ചെയ്തത്, അലോപ്പതി അല്ല അന്ന് ഞാൻ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ചികിത്സിച്ചത്. എന്നാൽ ഞാൻ പറയട്ടെ, ആമേൻ, സ്തോത്രം, 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 ഹല്ലേലൂയ. നോക്കണമേ ദൈവമക്കളെ, ആമേൻ, സ്തോത്രം. എന്റെ ഹിന്ദുവായ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, പ്രിയ സിസ്റ്ററെ, ഞാൻ രോഗിയായ പലരെ കാണുമ്പോ അവരൊക്കെ കുറച്ചുകൂടെ അഭിനയിച്ച് കാണിക്കാറുണ്ട്. ഞാൻ ചോദിച്ചു, എന്തിനാ ഡോക്ടർ അങ്ങനെ കാണിക്കുന്നത്? ഡോക്ടർ പറഞ്ഞു, ആമേൻ, ഞാൻ നന്നായിട്ട് അവരെ ചികിത്സിക്കുവാൻ അവർ കുറച്ചുകൂടെ രോഗമുള്ളതായി അഭിനയിച്ച് കാണിക്കാറുണ്ട്. പക്ഷേ ഹല്ലേലൂയ, പ്രിയ സിസ്റ്ററിൽ ഞാൻ കാണുന്നത് നിങ്ങളിൽ എന്തോ ഒരു അസാധാരണമായ ദൈവശക്തിയുണ്ട്. നിങ്ങളുടെ BP 180, 160 ആവും. നിങ്ങൾ മരണക്കിടക്കയിലേക്ക് പോകുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെ കുറിച്ച് വളരെ പ്രത്യാശയാണ്. നിങ്ങളുടെ ദൈവത്തെ കുറിച്ച് പറയാൻ നിങ്ങൾ വാതോരാതെ പറയുകയാണ്. ഇത് കാണുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നിങ്ങളുടെ ദൈവം നിങ്ങളിൽ ജീവിക്കുന്നുണ്ട്. നിങ്ങളൊരു സാധാരണ വ്യക്തിയല്ല, നിങ്ങളൊരു അസാധാരണമായ വ്യക്തിയാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ പ്രതിസന്ധികളില്ലേ, അത് ദൈവത്തിന്റെ അവസരങ്ങളാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും എല്ലാം ഇവിടെ അവസാനിച്ചു, എല്ലാം ഇവിടെ തീർന്നു. ഇതോ ഇല്ല, ഇല്ല, ഇല്ല. നീ തീരാനല്ല, നീ അവസാനിക്കാനല്ല. ഏതെങ്കിലും ഒരു പ്രതിസന്ധിക്കകത്തൂടെ ആർക്കാലും പരിഹരിക്കാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു അനുഭവത്തിലൂടെയാണ് ഇന്ന് രാത്രി നീ കടന്നു പോകുന്നെങ്കിൽ നിന്നെ നോക്കി ആത്മാവ് പറയുന്നു, അതൊന്നും നിന്റെ അവസാനമേ അല്ല. അതിനപ്പുറം നീ കാണാത്തൊരു ദൈവ പ്രവൃത്തി, നീ കാണാത്തൊരു ദൈവമഹത്വം നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുകയാണ്. പ്രിയ ദൈവത്തിന്റെ മക്കളെ, എന്റെ ഈ
ശരീരം എന്ന് പറയുന്നത് അവനൊരു പാണ്ടി ലോറി കയറി ഇറങ്ങിയാൽ എങ്ങനെയിരിക്കും? കാരണം തല മുതൽ പാദം വരെ പെയിനാണ്. ക്യാൻസർ പോലെ ഭയങ്കര ഡേഞ്ചറായ രോഗമാണ് ആമവാദം. ഇത് 3 ഇരട്ടി ഹൈ ആകുമ്പോൾ ഹാർട്ട് അടിച്ചു മരിക്കും. എന്നാൽ 1 മാസത്തിനു മുമ്പ് ദൈവം എന്നോട് പറഞ്ഞു, നീ നിന്റെ ഹാർട്ടിനെ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. ഈ രോഗം അതികഠിനമാകുമ്പോഴും അന്ന് ദൈവം വെളിപ്പെടുത്തിയ ആലോചനയുടെ മുമ്പിൽ ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാനിടയായി. ആ കണ്ണുനീരോട് കൂടെയുള്ള പ്രാർത്ഥന എന്റെ ഹാർട്ട് അടിച്ചു പോകത്തക്ക നിലകളുള്ള സാഹചര്യങ്ങളിലേക്ക് ഞാൻ മാറ്റപ്പെടുമ്പോഴും ദൈവം എന്നെ കാക്കാനിടയായി. ഇന്ന് രാത്രി നിന്നോടൊരു ദൈവ ശബ്ദം ഞാൻ കൈമാറാം. ഏതെങ്കിലും ഒരു ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ നീ വില കൊടുത്തിട്ടുണ്ടെങ്കിൽ, സമയം ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീ വില കൊടുത്തത് അവൻ മറക്കത്തില്ല. നിന്റെ ആവശ്യഘട്ടത്തിന്റെ നടുവിൽ, നീ ആയിരിക്കുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ അവൻ വെടിപ്പാൻ ഇറങ്ങി വരിക തന്നെ ചെയ്യും. ദൈവ ശബ്ദത്തിനും ദൈവാലോചനയ്ക്കും മുൻതൂക്കം കൊടുക്കുന്നു എങ്കിൽ ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ആമേൻ, സ്തോത്രം. ദൈവം വെടിവിപ്പാൻ മതിയായ ദൈവമാണ്. ഇന്ന് രാത്രികാലം ആരുടെയൊക്കെ പറയുകയാണ്, നീ ദൈവാലോചനയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന വ്യക്തിയാണോ? ഞാൻ പറയാം, 25 പ്രാവശ്യം മരണത്തിന്റെ കഠിന സ്റ്റേജുകൾ, ആമേൻ, ആരുമില്ലാത്ത ഏകാന്തതയുടെ അനുഭവം. പൗലോസ് പറഞ്ഞില്ലേ, കഷ്ടതയ്ക്കോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ വാളിനോ ആപത്തിനോ ഇതിനൊന്നും എന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയില്ല. ആ പ്രതിസന്ധിയിൽ ഞാൻ പറഞ്ഞു, ഈ വേദനകൾക്ക് എന്റെ ഈ ശരീരം ഇഞ്ചിഞ്ചായി തകർക്കപ്പെട്ടാലും, നിങ്ങൾക്കറിയണമോ, രോഗത്തിന്റെ കാഠിന്യമേറിയ അവസ്ഥയിലും ഞാൻ മെഡിസിൻ എടുക്കും. എനിക്ക് കഴിക്കാൻ ഭക്ഷണമില്ല. ഞങ്ങൾ 4 പേരും ഒരു വീടിനകത്ത്, വേറെ ആരും ഞങ്ങളെ വന്ന് നോക്കാനില്ല, ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി തരാനില്ല. പ്രിയ ദൈവമക്കളെ, അവിടെയാണ് ഞാൻ എന്റെ അപ്പന്റെ സ്നേഹം ആഴത്തിൽ രുചിച്ചറിഞ്ഞത്. അവിടെയാണ് എന്റെ അഭിഷേകത്തിന്റെ ലെവല് മാറിയത്. അവിടെയാണ് എന്റെ വചന വെളിപ്പാടുകൾ മാറിയത്. ഇന്ന് ഞാൻ പറയാം, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നീ അങ്ങനെ ആയിരിക്കുന്നെങ്കിൽ, നിന്നെ അവൻ ഒറ്റയ്ക്കാകുന്നെങ്കിൽ ആക്കുന്നെങ്കിൽ, ആരുമില്ലാത്ത അനുഭവം ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അവിടെ നിന്റെ സീസൺ തിരിഞ്ഞിരിക്കും. പ്രശ്നങ്ങളുടെ നടുവിലാണ് നമ്മൾ സ്ട്രോങ് ആകുന്നത്. ആരുമില്ലാത്ത അവസ്ഥയിലാണ് ഏറ്റവും അധികം ദൈവമായി നമ്മൾ ആശ്രയം എന്തെന്ന് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നറിയാമോ, ആരൊക്കെയാണ് നമുക്ക് ഏറ്റവും അധികം ആശ്രയം, അവരെല്ലാവരെയും മാറ്റിക്കൊള്ളും. ചിലപ്പോ നമ്മൾ ഒരു തെറ്റും ചെയ്യണ്ട. നമുക്ക് തോന്നും നമ്മൾ എന്ത് ചെയ്തിട്ടെന്നോ, നമ്മളൊന്നും ചെയ്തിട്ടല്ല. അത് കർത്താവിന്റെ പദ്ധതിയാണ്. മോശെ മിനിസ്ട്രിക്ക് ഒരുക്കിയത് 40 വർഷം കൊണ്ട്. ഹല്ലേലൂയ, 80 വർഷം കൊണ്ടാണ്. സ്തോത്രം ചെയ്തു. പൗലോസിനെ കുറിച്ച് പഠിക്കുമ്പോ അവൻ എന്ത് ചെയ്തു? അവൻ അറേബ്യ മരുഭൂമിയിലേക്ക് പോയെന്ന്. അവിടെ ഞാൻ വിചാരിച്ചു, എന്തായിരിക്കും പൗലോസ് ചെയ്തത്? അവൻ പഴയ നിയമമൊക്കെ പഠിക്കുകയും ധ്യാനിക്കുകയൊക്കെ ചെയ്തായിരിക്കും. അവിടെ ഒരു ശുശ്രൂഷയുടെ ഒരുക്കത്തെയാണ് കാണിക്കുന്നത്. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്താൽ ഉപയോഗിക്കപ്പെടാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ, ചില സമയങ്ങൾ തമ്പുരാൻ നിന്നെ തനിച്ചാക്കും. ആരുമില്ലാത്തൊരു മേഖലയിലേക്ക് നീ എത്തപ്പെട്ടെന്ന് വരും. അവിടെ നീയും നിന്റെ അപ്പനുമായി മാത്രം ഒരു ബന്ധം. ഹല്ലേലൂയ, അത് അപ്പന് നമ്മളോടുള്ള ഇഷ്ടമാണ്. അപ്പന് നമ്മളോടുള്ള പ്രിയമാണ്. അവര് നമ്മളെ തനിച്ചു വേണം. ആരോടുള്ള ദൈവ ശബ്ദമാണ്. ഇന്ന് രാത്രി ഞാൻ പറയാം, അവിടെ നീ ഭാരപ്പെടരുത്. അവിടെ നീ സ്തോത്രത്തോടെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ വേഗത്തിൽ അവസാനിപ്പിക്കാം. എനിക്ക് തന്ന സമയം തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. 9:30 എന്നാണ് പറഞ്ഞത്. 10 മണി വരെ സമയമുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയണമോ, എന്റെ ശരീരം ആ ഹോസ്പിറ്റലിൽ വെച്ച് 25 പ്രാവശ്യം അങ്ങനെ പോകുമ്പോൾ, ഹല്ലേലൂയ, ഒരു ദിവസം പാത്തിയിൽ കിടന്നിട്ട് ഞാൻ ചോദിച്ചപ്പാ, ഞാൻ ഇത്രയും സത്യസന്ധമായി നിന്റെ വേല ചെയ്തിട്ടും, ഞാൻ ഇത്രയും നിനക്ക് വേണ്ടി നിന്നിട്ടും, ഹല്ലേലൂയ, ഉടായിപ്പ് കാണിക്കുന്നവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല, എന്തുകൊണ്ട് എനിക്ക് വേദന? അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, മോളെ, നീ ആ കാൽവരിയിലേക്കൊന്ന് നോക്ക്. ഞാൻ കാൽവരിയിൽ എന്തിനാ തകർക്കപ്പെട്ടത്
അനുഭവത്തിലൂടെ കടത്തിവിടുന്നത്. അപ്പോഴെനിക്കുണ്ടല്ലോ ഈ നശിച്ചു പോകുന്ന ഈ പുറമെയുള്ള ശരീരത്തെ കുറിച്ചാണ് എനിക്ക് വേദന തോന്നിയത്. കാരണം സൂചി ഊതാൻ പോലും ഇടവില്ലാതെ ഈ അല്ലെങ്കിൽ തേള് കുത്തി വലിക്കുന്നതിന്റെ വേദനയാ. കിടക്കുമ്പോ തോന്നി എഴുന്നേൽക്കണമെന്ന്, എഴുന്നേൽക്കുമ്പോൾ കൈ കട്ടിലെ കുത്തി ബാലൻസ് ചെയ്ത് എഴുന്നേക്കാൻ പറ്റത്തില്ല. ഇനി ആരെങ്കിലും പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കിയാൽ അതും പറ്റത്തില്ല. കാരണം തൊടുമ്പം വേദനയാണ്. അത്രമാത്രം വേദനയ്ക്കകത്ത് പ്രിയമുള്ളവരെ, അവിടെ ഞാൻ എന്റെ കൂടപ്പിറപ്പിനെ കണ്ടില്ല, എന്റെ പെറ്റമ്മയെ കണ്ടില്ല, ഞാൻ സ്നേഹിച്ച സഹോദരങ്ങളെ ആരെയും കണ്ടില്ല. ആ കഷ്ടത നമ്മൾ പാടുമല്ലോ, കഷ്ടനിഷ്ഠ ശോധനകളിൽ പൊന്മുഖം ഞാൻ നേരിൽ കണ്ടിടും. പൊന്മുഖം കാണണോ? ഏകാന്തത വരണം. നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കണം. കഠിന ശോധനകളിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോ നമുക്ക് തോന്നി, എന്തിനാ ദൈവമേ ഇങ്ങനെ? എന്തുകൊണ്ട് എനിക്ക് ഇത്രയും വേദന? എന്തുകൊണ്ട് ഇത്ര പ്രതിസന്ധി? ആർക്കുമില്ലാത്ത പ്രതിസന്ധിനോ. ഹല്ലേലൂയ. നീ തീച്ചുളയ്ക്കകത്തൂടെ പോയി പൊന്നുപോലെ അപ്പൻ നിന്നെ എന്ത് ചെയ്യും? പുറത്തു കൊണ്ടുവരും. നമ്മളിലുള്ള കീടങ്ങളെയൊക്കെ നീക്കി. ആമേൻ. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ പൗലോസ് വിളിച്ചു പറഞ്ഞു, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ സിദ്ധത എന്ന് പറഞ്ഞാൽ എന്താണ്? ശുദ്ധത. ശുദ്ധത എന്ന് പറയുമ്പോൾ ആ സ്വഭാവ രൂപീകരണം, സകലം എന്തെന്ന് നമ്മളെ അപ്പൻ പഠിപ്പിക്കും. എല്ലാവർക്കും ഇല്ല കേട്ടോ. ദൈവത്തിന് മക്കളുമുണ്ട്, പ്രിയ മക്കളുമുണ്ട്. അവന്റെ വിളിയ ആമേൻ നിന്റെ മേലുണ്ടെങ്കിൽ, അവന്റെ തെരഞ്ഞെടുപ്പ് നിന്റെ മേലുണ്ടെങ്കിൽ, ആമേൻ അവൻ നിന്നെ ആഴമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ആർക്കുമില്ലാത്ത പ്രതിസന്ധി നിനക്കുണ്ടായിരിക്കാം. ഒരുപക്ഷെ നിന്റെ പ്രായത്തിൽ കവിഞ്ഞുള്ളതായിരിക്കാം. ഇന്ന് രാത്രി ഞാൻ പറയാം, നീ അത് വഹിക്കുമ്പോഴും നീ തനിച്ചല്ല, നിന്റെ കൂടെ ഒരുവനുള്ള കാര്യം ഇന്ന് രാത്രി നീ മറന്നു പോകരുത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം ചെയ്യുകയാണ്. അതേ ജോസിന, ആമേൻ സിസ്റ്ററെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പ്രിയ സിസ്റ്ററിനോട് പറയുകയാണ്, ആമേൻ ഇന്ന് രാത്രി നീ വിശ്വസിക്ക്, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കും. എത്ര പരിശോധനകളിലൂടെ ഞാൻ കടന്നു പോയാലും എന്നെ കൈവിടാത്ത ഒരുവൻ എന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ പതറിപ്പോകത്തില്ലെന്ന് ഇന്ന് രാത്രി നീ ഉറയ്ക്ക്. ഇന്നേക്ക് 3 മാസത്തിനകം നീ ആയിരിക്കുന്ന മേഖലയിൽ അടയാളത്തോട് കൂടെ ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ദൈവാത്മാവ് ദൂത് കൈമാറുകയാണ്. നീ ഉടഞ്ഞതും നീ തകർക്കപ്പെട്ടതൊന്നും വെറുതെ എന്നെന്ന് ആത്മാവ് ഇന്ന് രാത്രി ദൂത് കൈമാറുകയാണ്. തികനാദികൾക്ക് നരകജക, നീ ഒത്തിരി ഉടഞ്ഞതാ, ഒത്തിരി തകർക്കപ്പെട്ടതാ, കണ്ണുനീരിന്റെ താഴ്വരകളിലൂടെ നീ കടന്നു പോയിട്ടുണ്ട്. ആശ്വാസമറ്റവളായി തീർന്ന അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഇന്ന് രാത്രി പ്രിയ സിസ്റ്ററെ, പരിശുദ്ധാത്മാവ് പറയുന്നു, ആശ്വസിപ്പിക്കാൻ ആരെ നീ കണ്ടില്ല. എന്നാൽ ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരുവൻ, അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം. ആരോടും പറയാതെ നിന്റെ അകത്ത് കിടക്കുന്ന ചില ചോദ്യങ്ങളില്ലേ, അതിനുള്ള മറുപടി എന്റെ പക്കലുണ്ടെന്ന് ഇന്ന് രാത്രി നീ വിശ്വസിക്ക്. വചനം പറയുന്നില്ലേ, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഹല്ലേലൂയ. നീ വിശ്വസിക്കും മകളെ. ഓ റെബിനി ഹാദിനി റഗൽ റേനെ ഷേഖനെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന രാത്രിയാണ്. നീ എന്റെ പൊന്മുഖത്തേക്കൊന്ന് നോക്ക്. നീ ആ കാൽവരിയിലേക്കൊന്ന് നോക്ക്. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, നീ പറ, ആ തേൻമൊഴി തൂകുന്ന ആമേൻ ഹല്ലേലൂയ, ഓ ആമേ, ആ വാക്കുകൾ എനിക്ക് മതി, ആ പൊന്മുഖം എനിക്ക് മതി, ആ ശബ്ദം എനിക്ക് മതി, ആ സാന്നിധ്യം എനിക്ക് മതി, ആ ശക്തി എനിക്ക് മതി.
യേശുവിന്റെ നാമത്തില് പരിഹരിക്കപ്പെടാതെ ഇരിക്കുന്ന വിഷയങ്ങൾ ഇന്ന് രാത്രി പരിഹരിക്കപ്പെടുന്ന അസാധാരണമായ ദൈവകരം തന്റെ ശിരസ് മുതൽ പാദം വരെ ഇപ്പോൾ തൊടണേ. അതെ, ഈ പൗലോസിലെ തന്റെ നിജപുത്രനായ തിമോത്തിയോസിനോട് പറഞ്ഞേ, മകനെ തിമോത്തിയോസേ, നീ ക്രിസ്തു യേശുവിലുള്ള കൃപയാൽ എന്ത് ചെയ്യാൻ പറഞ്ഞു? ശക്തിപ്പെടാം. അല്ലെ, ആമേൻ, സ്തോത്രം. ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെ ദൈവാത്മാവ് പറയുകയാണ്, ഈ ദിവസങ്ങളിൽ നീ പുറമെ ഉള്ളതൊക്കെ അങ്ങ് വിട്ടുകള, എന്നിട്ട് നീ അവന്റെ കൃപയാകുന്ന ബലപ്പെടാം. ആമേൻ, ആമേൻ, കേട്ടോ? ആമേൻ. ആമേൻ, ഹല്ലേലൂയ. ജോൺസൺ സിസ്റ്ററെ, കെസിയ സിസ്റ്ററെ, ഹല്ലേലൂയ. ആമേൻ, സോമൻ, ആമേൻ ബ്രദറെ, ആമേൻ, സ്തോത്രം, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്ത് ചെയ്യാം? ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ഒന്ന് ശക്തിപ്പെട്. ഞാൻ പറയാം, ഞാൻ പട്ടിണിയിലായിരിക്കുമ്പോഴും രോഗത്തിന്റെ കാഠിന്യമേറിയ അവസ്ഥയിലൂടെ പോകുമ്പോഴും, ആമേൻ, ദൈവം എന്നോട് അങ്ങനെ ഞാൻ ഇങ്ങനെ ചോദിച്ച് കരയുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് അനേകവരെ അഭിഷേകം ചെയ്യാനുണ്ട്, അനേക രാജ്യങ്ങൾ നിനക്ക് കടക്കാനുണ്ട്, അനേകവരെ എനിക്ക് വേണ്ടി പടുതെടുക്കാനുണ്ട്. അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഉടച്ചത്, അതുകൊണ്ടാണ് നിന്നെ ഞാൻ തകർത്തത്. നിങ്ങൾക്ക് കേൾക്കണമോ? അന്നെന്റെ ഹൃദയം ബലപ്പെട്ടു, അന്നെന്റെ ഹൃദയം ശക്തിപ്പെട്ടു. അവൻ ഈ പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞതുപോലെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ഞാൻ എന്ത് ചെയ്തു? ശക്തിപ്പെടാൻ തുടങ്ങി. ആ ഹോസ്പിറ്റലിൽ ശക്തിപ്പെടാൻ തുടങ്ങി. നിങ്ങൾക്ക് കേൾക്കണമോ? അവിടെയുള്ള സ്റ്റാഫുകൾക്ക് ഭൂതമിളകാൻ തുടങ്ങി, ചിലത് മാനസാന്തരപ്പെടാൻ തുടങ്ങി. ആമേൻ. ഡോക്ടർ ആർക്ക് പെർമിഷൻ കൊടുക്കില്ല, കാരണം എനിക്ക് ടെൻഷൻ പാടില്ല, എനിക്ക് റെസ്റ്റ് ആണ് ആവശ്യം. അവൻ സ്ട്രെയിൻ ചെയ്ത് ഒന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ എന്റെ അകത്ത് വ്യാപരിച്ച കൃപ അതിനും മീതയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാ പൗലോസിനോട് പറഞ്ഞത്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ അത് നിന്റെ ബലഹീനതയ്ക്കകത്ത് തികഞ്ഞു വരുന്നതാണ്. ആമേൻ. നിന്റെ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഓ, ആ ദൈവശക്തിയില്ലേ ഇന്ന് രാത്രി ചിലരെ ബലപ്പെടുത്തുകയാണ്. ഏത് ബലഹീനതയ്ക്കകത്താണോ, ഏത് ഭാരത്തിനകത്താണോ, ഏത് പ്രതിസന്ധിക്കകത്താണോ, ഇന്ന് രാത്രി ആ കൃപ നിന്നെ ശക്തീകരിക്കുകയാണ്. 3 വട്ടം പ്രാർത്ഥിച്ചല്ലേ അത് മാറിപ്പോകാൻ? അങ്ങനെയല്ലേ സോമൻ ബ്രദറെ? 3 വട്ടം പ്രാർത്ഥിച്ചു മാറിപ്പോകാൻ. മാറിയില്ലല്ലേ? പൗലോസ് പ്രാർത്ഥിച്ചു, രോഗം മാറാൻ പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു, രോഗത്തെ ഞാൻ മാറ്റത്തില്ല, പക്ഷേ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപ പകർന്നു കൊടുത്തു. ഇന്ന് രാത്രി പറ, എന്റെ പ്രശ്നം പരിഹരിക്കുന്നതല്ല കർത്താവേ, എനിക്ക് വേണ്ടത് നിന്റെ കൃപയാണ്. ഹല്ലേലൂയ. കാരണം ഇവിടെ അവസാനിക്കുന്നതല്ല എന്റെ ജീവിതം, ഇതിനപ്പുറമായി എനിക്കൊരു ജീവിതമുണ്ട്. അവിടെ എനിക്ക് എത്തണമെങ്കിൽ, ജയകരമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ എനിക്ക് നിന്റെ കൃപ ആവശ്യമാണ്. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ, ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. ആ കരകളെ ഉയർത്തി അന്യഭാഷയിലൊന്ന് പ്രാർത്ഥിച്ചേ. അപ്പാ, നിന്റെ കൃപ എനിക്ക് വേണം, നിന്റെ കൃപ എനിക്ക് വേണം. ചില വേദനകൾ തരണം ചെയ്യാൻ, ചില വേദനകൾ ജയിക്കാൻ, ചില സ്ഥാനത്ത് നിനക്ക് വേണ്ടി പ്രയോജനപ്പെടാൻ എന്നെ മാറ്റി നിർത്തിയെടുത്ത് ഞാൻ ഒന്നുമല്ലെന്ന് കണ്ടുവിടുന്നതിൽ ഞാൻ ആരെന്ന് വെളിപ്പെടുത്താൻ എനിക്ക് നിന്റെ കൃപ ആവശ്യമാണ്. ഓ, അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ഇന്ന് രാത്രി അസാധാരണമായ അനോയിനിങ് ചലിക്കട്ടെ. അവരിയ്ക്കുന്നത് മറന്ന് അല്പസമയങ്ങളിൽ ദൈവത്തെ ആരാധിക്കത്തക്ക നിലകളിൽ ആ വലിയ പ്രസൻസ് അവരെ തൊടട്ടെ. എനിക്കറിയാം ചിലരെ തൊടുന്നുണ്ടെന്ന്, ചിലരെ ശക്തീകരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇന്ന് രാത്രി നീ ആ കൃപയിലൊന്ന് ശക്തിപ്പെട്ടാൽ അടുത്ത ദിവസങ്ങളിൽ, അടുത്ത മണിക്കൂറുകളിൽ, അടുത്ത ആഴ്ചകളിൽ നിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുകയാണ്. ഓ, ചില മാറ്റങ്ങൾ നീ കാണാൻ പോകുകയാണ്. ഓ, ചില നിരുത്സാഹങ്ങൾ ഇന്ന് രാത്രി മാറിപ്പോകട്ടെ. ചിലതിന് പിന്നിലാക്കി കളഞ്ഞ അനുഭവങ്ങൾ മുന്നോട്ട് വരാൻ കഴിയാതെ
അതെ, ആഗ്രഹമുണ്ടെങ്കിലോ വാഞ്ചയുണ്ടെങ്കിലോ പ്രാർത്ഥിക്കുന്നെങ്കിലോ ചിലതിനെ പുറകിലാക്കി കളയുന്ന അനുഭവങ്ങൾ ഇന്ന് രാത്രി മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. മുന്നിലേക്ക് വരുന്ന ഒരു അഭിഷേകം, മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു അഭിഷേകം, ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി വ്യക്തികൾ വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തില്. നോക്കണമേ, സൂര്യച്ചെടിയുടെ കീഴിൽ ഏലിയാവ് കിടക്കുമ്പോൾ ആമേൻ ഏലിയാവിന്റെ അടുക്കൽ ദൂതൻ ഇറങ്ങി വന്നു. ദൂതൻ വന്നിട്ട് പറഞ്ഞു, ഏലിയാവേ, നീ ഇവിടെ കിടക്കേണ്ടവനല്ല, ഇനി നിനക്ക് വളർന്നുവരുത്. ഇത് ആരോടുള്ള ദൈവശബ്ദമാ കേട്ടോ, പെട്ടെന്ന് കയറി വന്നതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്കിനിയും വളരെ ദൂരം സഞ്ചരിക്കാനുണ്ട്. ഇവിടെ നീ ഒതുങ്ങേണ്ടവനല്ല, ഇവിടെ നീ ഒതുങ്ങേണ്ടവനല്ല. ഓ റാബാദ ഷാറാദ. നിങ്ങൾ ശ്രദ്ധിക്കണം. ആമേൻ. ഗദീത്തിലായിരുന്നപ്പോൾ കാക്കയച്ചു, സാരാപത്തിൽ വിധവേ. എന്നാൽ ചൂരച്ചെടിയുടെ കീഴിൽ സ്വർഗീയമായത് ഇറങ്ങി വന്നു. ഒരു തുരുത്തി വെള്ളവും കനലിൽ ചുട്ട് അടയുമായി ദൂതൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അവൻ അവിടെ വായിക്കുന്നു, അവൻ എന്ത് തിന്ന് തൃപ്തി പ്രാപിച്ചല്ലേ, അവൻ ഉറങ്ങി. വീണ്ടും ദൂതൻ എന്ത് ചെയ്തു? തട്ടി ഉണർത്തി. അതെ, ഇന്ന് രാത്രി ചിലർ ഇതിനകത്ത് തട്ടി ഉണർത്തുകയാണ്. ഓ ഓ നിനക്ക് വളരെ ദൂരം സഞ്ചരിക്കാനുണ്ട്, നിനക്ക് വിദൂരങ്ങളിൽ ഓടാനുണ്ട്, നിനക്ക് ഇനിയും ഓ റബദ നികൽക്കണ ഏതൊക്കെയോ മേഖലകളിൽ നീ താഴ്ന്നു കിടക്കേണ്ടവനല്ല. ഇന്ന് രാത്രി അങ്ങനെ ചിലരെ ശക്തീകരിക്കുകയാണ്, അങ്ങനെ ചിലരെ ആത്മാവ് ബലപ്പെടുത്തുകയാണ്. ആ സ്വർഗീയമായത് ചിലരുടെ മേൽ ഇപ്പോൾ പതിയട്ടെ. ആമേൻ, ഹല്ലേലൂയ. ചില മേഖലകളിൽ അപ്പത്തിന് നമ്മളെ ബലപ്പെടുത്താൻ പറ്റും. ആമേൻ. വിധവയ്ക്ക് ബലപ്പെടുത്തി ചില മനുഷ്യർക്ക് നമ്മളെ ബലപ്പെടുത്താൻ പറ്റും. പക്ഷെ ചില സ്ഥാനങ്ങളിൽ കർത്താവിന് അറിയാം, സ്വർഗീയമായതിന് മാത്രമേ നിന്നെ ബലപ്പെടുത്താൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ആത്മാവ് പറയുന്നു, അങ്ങനെയുള്ള ചിലരുമായി ദൈവം നിന്നെ കണക്ട് ചെയ്യും. അങ്ങനെയുള്ള ചില പുതിയ ബന്ധങ്ങളെ നിന്നെ മുന്നോട്ട് നയിക്കുന്ന എത്ര പേരത് ആഗ്രഹിക്കുന്നു. എന്റെ തലമൊന്ന് മാറണം, എന്റെ അഭിഷേകമൊന്ന് മാറണം, എന്റെ പ്രാർത്ഥനയൊന്ന് മാറണം, എന്റെ ലെവലൊന്ന് മാറണം, എന്റെ തലമുറയൊന്ന് മാറണം. ആഗ്രഹിക്കുന്നവരുണ്ടോ? ഇന്ന് രാത്രി അവൻ ഈ ദൂതനെ നീ കയറി പിടിക്കാം. ഒരു പുതിയ ബലത്തെ നിന്റെ മേലിടുകയാണ്, ഒരു പുതിയ ശക്തി നിന്റെ മേലിടുകയാണ്. മോനെ സനു, അതെ, ദൈവം പറയുകയാണ്, നിന്നെ എനിക്ക് വളരെ ഉപയോഗിക്കാനുണ്ട്. നിന്റെ ഹൃദയത്തിൽ ആഗ്രഹം വളരെ വലുതാണ്, നിന്റെ വാഞ്ച വളരെ വലുതാണ്. അതൊരു മനുഷ്യനോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുന്നതിൽ അപ്പുറമാണ് നിന്റെ അകത്ത് കിടക്കുന്നത്. പക്ഷെ ഇന്ന് രാത്രി ആത്മാ പറയുന്നു, നീ എന്നോട് ചേർന്ന് നടക്ക്, നീ എന്നോട് ചേർന്ന് വസിക്ക്. ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയാത്തത്, ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയാത്തത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുമെന്ന് ദൈവാത്മാവ് ദൂത് കൈമാറുകയാണ്. ആത്മാ പറയുന്നു, ചില ദേശങ്ങളെ പിടിച്ചെടുക്കാൻ ഞാൻ നിന്നെ ഉപയോഗിക്കും. ചിലതിനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കി എടുക്കുവാൻ ഞാൻ നിന്നെ ഉപയോഗിക്കുമെന്ന് ആത്മാവ് ഇടപെടുകയാണ്. ചില മുഖാന്തരങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുണ്ട്, ചില ദൈവിക പദ്ധതികൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ആത്മാവ് പറയുന്നു, ഈ ദിവസങ്ങൾ കാറ്റി കാണുകയില്ല, കോള് കാണുകയില്ല, താഴ്വരകളിൽ കുഴികൾ കൊത്തുവേ. അവേ, നാളെ ഈ താഴ്വരകൾ വെള്ളം കൊണ്ട് നിറയൂ. ചിലത് നിറയുന്നത് നീ കാണൂ, ചിലത് ചലിക്കുന്നത് നീ കാണൂ. വിശ്വാസത്താൽ മുന്നോട്ട് വയ്ക്കാം. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, സ്തോത്രം. ഡോക്ടർ പറഞ്ഞു, സിസ്റ്റർ, നിങ്ങൾക്ക് റെസ്റ്റ് ആവശ്യമാണ്. പക്ഷെ എനിക്കറിയാം, ഡോക്ടറിനത് അറിയത്തില്ല. പക്ഷേ ഞാൻ കഠിന ശോധനയിലൂടെ പോകുമ്പോഴും വേദനയിലൂടെ പോകുമ്പോഴും എന്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്ന പ്രസൻസ് വളരെ വലുതാണ്. അവിടെ നിന്നൊരു ദൂത് കൈമാറി. ഒരു പ്രതിസന്ധിക്കകത്തൂടെ ദൈവം നിന്നെ വിട്ടാൽ അത് കൈകാര്യം ചെയ്യാനുള്ള ദൈവകൃപ നിനക്ക് തന്നിട്ട്
അപ്പൻ നിന്നെ അതിനകത്ത് എറിഞ്ഞു കൊടുക്കത്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവിനറിയാം നിന്റെ മാനുഷികമായ ബലം കൊണ്ട് ആ പ്രതിസന്ധിയെ ജയിക്കാൻ പറ്റത്തില്ലെന്ന് നിന്റെ അപ്പയ്ക്ക് അറിയാം. അതുകൊണ്ടുണ്ടല്ലോ ഒരു ആമേൻ നിന്നെ എവിടെ അയച്ചാലും നീ ഏത് സാഹചര്യത്തിലായാലും നമ്മൾ പറയത്തില്ലേ, എങ്ങനെ നിന്നെന്ന് അറിയില്ല സിസ്റ്ററെ, ദൈവം എന്നെ നിർത്തിയതാ, ഞാൻ എങ്ങനെ തരണം ചെയ്തെന്ന് എനിക്ക് അറിയത്തില്ല. ഇന്ന് രാത്രി ഞാൻ പറയാം, നീ തരണം ചെയ്തതല്ല, അത് തരണം ചെയ്യാൻ അപ്പൻ നിനക്ക് കൃപ തന്നു. ഹല്ലേലൂയ. അത് അനുഭവിച്ച് അറിയുന്നവരൊന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, അത്രേ ഈ ഭയാനകമായ എന്റെ മരണ സാഹചര്യം, രോഗങ്ങള്, ഈ രോഗം കഠിനമായിരുന്നു പ്രിയമുള്ളവരെ. എന്റെ സന്തോഷിച്ചേനോ എന്റെ കുഞ്ഞുങ്ങൾക്കൊന്നും എന്റെ സന്തോഷിച്ചതിന് പ്രതീക്ഷയില്ലായിരുന്നു. ഞാൻ മരണമൊഴി വരെ പറഞ്ഞതാ. ചർച്ചിലെ എല്ലാ വിശ്വാസികളും രാവിലെ 5:30 എന്റെ വീട്ടിൽ വന്നു. എല്ലാവരോടും മരണമൊഴി ഞാൻ പറഞ്ഞതാ. പക്ഷെ ഞാൻ കണ്ണടച്ചിങ്ങനെ കിടക്കുമ്പോൾ ഞാൻ കാണുകയാണ് ദൈവത്തിന്റെ ദൂതന്മാരും മാലാഖമാരും എനിക്ക് ചുറ്റും വന്നിങ്ങനെ നിൽക്കുന്നു. ഞാൻ കൈയെടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, അപ്പാ എന്നെ കൊണ്ടുപോകരുതേ. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ സ്തോത്രം. ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ടുപോകാനാണ്. അപ്പൊ എനിക്ക് എന്റെ മോനെ കുറിച്ച് ആ ഭാരം വന്നത്. ഹല്ലേലൂയ. പക്ഷേ ഡൽഹിയിലുള്ളൊരു പാസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ബീന സിസ്റ്ററെ, നിങ്ങളെ കൊണ്ടുപോകാനല്ല, നിങ്ങളെ ആ മരണ സമയത്ത് നിങ്ങളുടെ പ്രാണനെ സംരക്ഷിക്കാൻ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വന്നതാ. മനസ്സിലായോ പ്രിയമുള്ളവരെ? ചില സന്ദർഭങ്ങൾ വചനം പറയുന്ന സങ്കീർത്തനത്തിൽ പറയുന്നില്ലേ, നിന്റെ എല്ലാ വഴികൾ നിന്നെ കാക്കേണ്ടതിന് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന്. നീ അറിയാത്ത ദൂതന്മാര് ചില സന്ദർഭങ്ങളിൽ നിനക്ക് കഴിയത്തില്ലെന്ന് തോന്നുമ്പോൾ, ഇനി പറ്റത്തില്ലെന്ന് തോന്നുമ്പോൾ, സേവകാത്മാക്കളായ ദൂതന്മാര് ഇതിനകത്തിരിക്കുന്ന ചിലരോടൊക്കെ പറയുന്നു, ഈ ദിവസങ്ങൾ ചില അനർത്ഥങ്ങളിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കാൻ പോകുകയാണ്. അവനെ നീ കാണും. ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വിടുവിക്കുന്നത് നീ കണ്ണാലെ കാണും. അതേ പ്രിയമുള്ളവരെ, ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ആമേൻ സ്തോത്രം. ഞാൻ ഹല്ലേലൂയ ഡോക്ടറിനോട് പറഞ്ഞു, സിസ്റ്ററെ, ഞാൻ ചികിത്സിച്ച വ്യക്തികളിൽ അത്ഭുതമേറൊരു വ്യക്തിയാണ് നിങ്ങൾ. കാരണം 25 പ്രാവശ്യം നിങ്ങൾ മരണത്തിലൂടെ പോകുമ്പോഴും ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ, മരണത്തിന് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് നിങ്ങൾ തെളിയിച്ചു. ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടറെ, അത് ഞാനല്ല, എന്നിലൊരുവൻ ജീവിക്കുന്നു. അവൻ മരണത്തെ ജയിച്ചവനാ, അവൻ രോഗത്തെ സൗഖ്യമാക്കിയവനാ. എന്റെ കർത്താവിനെ ഈ ലോകം കൊന്നു, അവനെ ക്രൂശിച്ചു, അവനെ കല്ലറയിൽ വെച്ചു. പക്ഷേ കല്ലറയെ ഭേദിച്ച് റോമൻ ഗവൺമെന്റിന്റെ ഇമ്പീരിയൽ മുദ്രയിൽ പൊട്ടിച്ച് പുറത്തു വന്നവന്റെ സാന്നിധ്യം എന്റെ മൺകൂടാരത്തിലുള്ളിടത്തോട് 25 പ്രാവശ്യമല്ല, അതിനപ്പുറം വന്നാലോ ദൈവം അനുവദിക്കാതെ എന്റെ പ്രാണനെ തൊടാൻ പറ്റത്തില്ല. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുന്നു? ഞാൻ പറഞ്ഞു, ഇതാണ് എന്റെ വിശ്വാസം. ആമേൻ ഹല്ലേലൂയ. ഇതാണ് എന്റെ ക്രിസ്ത്യാനിത്വം. ഹല്ലേലൂയ. അല്ലാതെ ആമേൻ മരണം കാണുമ്പോൾ ആമേൻ യഥാർത്ഥ ദൈവ മക്കൾക്ക് ഉയരത്തിൽ പ്രതീക്ഷിക്കുന്നവന്, ഉയരത്തത് കാത്തിരിക്കുന്നവന് മരണത്തെ ഭയമില്ലതേ. ഹല്ലേലൂയ. കാരണം ഒരു ദൈവ പൈതന്റെ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല, അവിടെ ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ഡോക്ടർ പറഞ്ഞു, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ഡോക്ടറോട് ഞാൻ പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തി ഇങ്ങനെ പറയുന്നു, അവൻ മരണപാശങ്ങളെ അടിച്ചോ. ആമേൻ. മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. അല്ലെങ്കിൽ ഈ കൃപയല്ലേ എന്നിലും നിങ്ങളിലും വ്യാപരിക്കുന്നത്. അവൻ ജയിച്ചെങ്കിൽ നമ്മളും ജയിക്കുമെന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുടയാ. അതുകൊണ്ട് ആ ഭക്തൻ പറഞ്ഞത്, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമത്തെ വീണാലും അതിന്റെ കോപം കൊണ്ട് ഇരച്ച് കലങ്ങിയാലും നാം ഭയപ്പെടുകയില്ല എന്ന് പറഞ്ഞാലേ ഈ ഭൂമി പോലും മാറിപ്പോകും. നമ്മൾ കാണുന്നതെല്ലാം താൽക്കാലികമാണെന്നേ, ഇത് അല്പനേരത്തേക്ക് മാത്രമുള്ളതാണെന്നേ. ആമേൻ ഹല്ലേലൂയ.
ഹല്ലേലൂയ, താൽക്കാലികമായി എന്തിനെങ്കിലും വേണ്ടിയാണോ ഞാനും നിങ്ങൾ കാത്തിരിക്കുന്നത്? അല്ല, ഇളകാത്ത രാജ്യത്തിന് വേണ്ടി. ഇളകാത്തൊരു രാജ്യം നമുക്ക് വേണ്ടിയുണ്ട്. ഇന്ന് രാത്രികാലം ആ ഇളകാത്ത രാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ എന്തൊക്കെ ഇളക്കങ്ങൾ തട്ടിയാലും അവിടെ നീ സ്വൈരമായിരിക്കും. അതാ നിന്റെ മേൽ വ്യാപരിക്കുന്ന കൃപ. അതാ കർത്താവ് പറഞ്ഞത്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്ന സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം എന്ന് പറഞ്ഞാൽ ഏത് പ്രതിസന്ധിയുടെ നടുവിലും നമ്മൾ സ്വസ്ഥമായിരിക്കും. കാരണം ഈ സമാധാനം നമ്മുടെ ഉള്ളിലുണ്ട്. ലോക മനുഷ്യൻ ഈ സമാധാനമില്ല. ചിലപ്പോൾ നമുക്കൊന്നുമില്ലായിരിക്കും. ആമേൻ. ഇപ്പോഴും പ്രിയമുള്ളവരെ, ഞാൻ ഹല്ലേലൂയ ഓഫ്ലൈൻ മീറ്റിങ്ങിനൊക്കെ കടന്നു പോകുന്നതാണ്. ദൈവം എന്നെ അനേകിടങ്ങളിൽ അയച്ചു കൊണ്ടിരിക്കുന്നു. ആമൻ സ്തോത്രം. ഇപ്പോഴും എന്റെ കാലിന് ബുദ്ധിമുട്ടുണ്ട്, വലത്തെ കാലിന്. ആമൻ 2.5 മണിക്കൂർ ഞാൻ നിന്ന് വചനം ശുശ്രൂഷിച്ചാലും എന്റെ കാലിന് ഒരു പ്രശ്നവുമില്ല. പക്ഷെ വചനം ശുശ്രൂഷിച്ച് കഴിയുമ്പോൾ കാലിന് കഠിനമായ വേദന ഞാൻ അനുഭവിക്കാറുണ്ട്. വേദനയെ നോക്കി ഞാൻ പറയും, ആമേൻ, പുറമേ ക്ഷയിച്ചാലും എന്റെ അകമേ ബലപ്പെട്ടായിരിക്കുന്നേ. ഈ കാലുവേദനയ്ക്കൊന്നും എന്റെ ശുശ്രൂഷയെ തടയാൻ പറ്റത്തില്ല. അവസാനം വരെ ഞാൻ ഇങ്ങനെ പോകണമെന്നാണ് എന്റെ അപ്പന്റെ ഹിതമെങ്കിൽ ഇത് വഹിക്കുന്നത് ഞാനല്ല, അപ്പൻ വഹിച്ചോളൂന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലടത്തൊക്കെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോ, സിസ്റ്ററേ, നിങ്ങൾ ശുശ്രൂഷിക്കുമ്പോ നിങ്ങളുടെ മുഖത്ത് എന്തോ തേജസ്സായിരുന്നു, ഇപ്പോൾ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾക്കകത്ത് എന്ത് പവറായിരുന്നു, പക്ഷെ നിങ്ങളുടെ കാല് കാണുമ്പോൾ ഞങ്ങൾക്ക് വിഷമോ. എടാ, എനിക്ക് വിഷമമില്ലല്ലോ. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. ഞാൻ പറഞ്ഞു, എനിക്ക് വിഷമമില്ല. ആമേൻ സ്തോത്രം. ഇതൊന്നുമല്ല എന്റെ വിഷയം. എന്റെ അകത്തൊരു കൃപയുണ്ട്, എന്റെ അകത്ത് കത്തിച്ചൊരു സുവിശേഷമുണ്ട്. കാരണം വചനം പറയുന്നു, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭവിഷ്യത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്ഷയ്ക്കായി ദൈവശക്തിയായി ആമേൻ ക്രൂശിന്റെ വചനത്തെ തന്നിരിക്കുമ്പോൾ ഈ ലോകത്തെ ഏത് പ്രതിസന്ധിക്കാ നിന്നെ തകർക്കാൻ പറ്റുന്നത്? ഹല്ലേലൂയ. പറ്റത്തില്ല പ്രിയമുള്ളവരെ, പറ്റത്തില്ല. ഇന്ന് രാത്രി നീ ഉറയ്ക്കണം. ഇന്ന് രാത്രി ഞാൻ വേഗം പറഞ്ഞു പോകട്ടെ. നിങ്ങൾക്കറിയണമോ, ഞാൻ ആമേൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ഗൾഫിൽ നിന്ന് വരുന്നത് പോലെ വന്നേ, വിദേശയാത്ര കഴിഞ്ഞതുപോലെ വന്നത്. എന്തെന്നറിയാമോ, അവിടെയുള്ള സ്റ്റാഫുകൾക്കെല്ലാം ഞാൻ പ്രാർത്ഥിച്ചു. അവര് പോയി അവരുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടി വരും പ്രാർത്ഥിക്കാൻ. ഞാൻ വരുമ്പോ എനിക്ക് ഒത്തിരി ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. അപ്പോ ഞാൻ നിർബന്ധമായിട്ട് ഡിസ്ചാർജ് വാങ്ങിച്ച് വന്നത്. ഡോക്ടർ പറഞ്ഞ് ഡിസ്ചാർജ് തരത്തില്ല, കാരണം സിസ്റ്റർ നോർമൽ ആയിട്ടില്ല, സിസ്റ്ററിന്റെ രോഗം അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു, ഡോക്ടർ, എനിക്ക് എന്റെ ദൈവത്തിൽ വിശ്വാസം, എനിക്ക് പോകണം. ആമേൻ. ഞാൻ പറയട്ടെ, ഞാൻ പോകുന്നെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ ഗിഫ്റ്റ് കിട്ടി. വീട്ടിൽ വന്നപ്പോ ഇതൊരു അതോ ഇതാ ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. നിങ്ങൾക്ക് അറിയണോ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, അവിടുത്തെ 2 സ്റ്റാഫുകളെ എന്റെ ഡോക്ടർ വഴക്ക് പറഞ്ഞു. കാരണം എനിക്ക് രോഗം സീരിയസ് ആയപ്പോൾ അവര് ഡോക്ടറിനെ പെട്ടെന്ന് അറിയിച്ചില്ല. കാരണം എല്ലാ പേഷ്യന്റിന്റെ അടുത്തും ഡോക്ടർ 5 മിനിറ്റ് ഇരിക്കുമ്പോൾ എന്റെ അടുത്ത് 2.5 മണിക്കൂർ ഇരിക്കും. എന്തിനെന്നറിയാമോ? സുവിശേഷം കേൾക്കാൻ. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഡോക്ടർ ചോദിക്കും, ഇത് എവിടെ നിന്ന് വരുന്നു ഈ ജ്ഞാനം? അല്ലേ, ഞാൻ പറയും, തിരുവചനത്തിൽ നിന്ന്. കാരണം വചനം പറയുന്നു, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ അവൻ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ലോകത്തിന്റെ ജ്ഞാനം ആമേൻ ദൈവത്തിന്റെ മുമ്പിൽ ഭോഷത്വമാണ്. പക്ഷെ ദൈവിക ജ്ഞാനം, ഹല്ലേലൂയ, ലോകത്തിന്റെ ജ്ഞാനം ഒന്നുമല്ല. നിങ്ങൾക്കറിയാലോ, ഞാൻ വിദ്യാഭ്യാസത്തിൽ വളരെ കുറവുള്ള ആളാണ്. കുടുംബ മഹിമയിൽ ഒരു യോഗ്യതയും എനിക്ക് പറയാനില്ല. ഞാനിത് ശുശ്രൂഷ കഴിയുമ്പോൾ വളരെ കരയാറുണ്ട്. കർത്താവേ, എന്നെ പ്രാപ്തയാക്കി നിർത്തിയതിന് നന്ദി. അവൻ നമ്മളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരായി പ്രാപ്തരാക്കിയിരിക്കുകയാണ്. പുകഴാൻ നമുക്കൊന്നുമില്ല, പ്രശംസിക്കാൻ ഒന്നുമില്ല. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിക്കുന്നു. അപ്പൊ ആത്മാവിന്റെ പുതുക്കത്തിലുള്ള ശുശ്രൂഷ, ഹല്ലേലൂയ, അത് ഇതിനകത്ത് ചിലരുടെ മേൽ പകരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്നലെ നീ ചെയ്ത ശുശ്രൂഷയല്ല, ഇന്നലെ വരെ നീ പ്രവചിച്ചതുപോലെയല്ല, ഇന്നലെ വരെ നീ സംസാരിച്ച് ആരോടോ ആത്മാ പറയുന്നു, നിന്റെ ശബ്ദം മാറാൻ പോകുകയാണ്. നിന്റെ വാക്കുകൾ മാറാൻ പോകുക. ഉദാഹരണം ഞാൻ പറയാം. ഇരമ്യാവിനെ നോക്ക്. ഇരമ്യാവിനെ വേലയ്ക്കായി വിളിക്കുമ്പോ ഇരമ്യാവ് ഒഴിവ് കഴിവുകൾ പറഞ്ഞല്ലേ, പറഞ്ഞോയോ ഞാൻ ബാലൻ. ഹല്ലേലൂയ. പക്ഷേ ദൈവം അവന്റെ ആദരത്തെ തൊട്ടോ.
നമ്മൾ വായിക്കുമ്പോൾ ആമേൻ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആമേൻ സാധാരണ ഒരു ബാലനായിരുന്ന ഒരു ആമേൻ മനുഷ്യനായിരുന്ന യിരെമ്യാവിന്റെ നാവിലേക്ക് ദൈവം തൊട്ടപ്പോൾ അവന്റെ നാവിൽ നിന്ന് ഒരു പ്രവാചക പ്രാസംഗികൻ എഴുന്നേറ്റെങ്കിൽ ഇന്ന് രാത്രി നിന്റെ അതരത്തെ ദൈവം ഒന്ന് തൊട്ടാൽ രാജ്യങ്ങളോട് പ്രവചിക്കാൻ, ആരും പ്രസംഗിക്കാത്തതുപോലെ പ്രസംഗിക്കാൻ, ആരും പറയാത്തതുപോലെ പറയാൻ ഇന്ന് രാത്രി പറ, കർത്താവേ എന്റെ അതരത്തെ ഒന്ന് തൊടണമേ, എന്റെ ശബ്ദത്തെ ഒന്ന് തൊടണമേ. ചില സഹോദരിമാരുടെ അന്തരങ്ങളെ ദൈവം തൊടുന്നു, ചില സഹോദരന്മാരുടെ അതരങ്ങളെ ദൈവം തൊടുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ മാറ്റം അറിയാൻ കഴിയും. രാമെ തൊട്ടടുത്ത മണിക്കൂറുകൾ നിങ്ങൾ പ്രാർത്ഥിച്ചതുപോലെയല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദം മാറുകയാണ്. നിന്റെ ശബ്ദം മാറിയാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ നിനക്ക് പറ്റും, ഇല്ലാത്തത് ഉളവാക്കാൻ നിനക്ക് പറ്റും. പ്രിയ ദൈവത്തിന്റെ പൈതലേ, കഠിന ശോധനയിലും കർത്താവിനെ ഉയർത്താൻ എന്റെ അപ്പൻ എനിക്ക് കൃപ തന്നു. അത് എന്തുകൊണ്ടെന്നറിയാമോ? എന്റെ അകമയുള്ളവൻ ബലപ്പെട്ടിരുന്നു. അതിങ്ങനെ പ്രതിസന്ധിക്കകത്തും ഭാരങ്ങളുടെ അകത്തും പട്ടിണിയുടെ അകത്തും അകത്തെ മനുഷ്യൻ ബലം പ്രാപിച്ചുകൊണ്ടേയിരുന്നു. പുറമെ പൈശാചിക മണ്ഡലത്തിന് അത് അറിയാൻ പറ്റില്ല. പൈശാചികം ഇതോടെ ഇവൾ തീർന്നു. എന്റെ സെൻട്രൽ പാസ്റ്റർമാർ നിങ്ങൾക്കറിയണോ, 2 സെൻട്രൽ പാസ്റ്റർമാർ വന്നിട്ട് പ്രാർത്ഥിച്ചില്ല സലോമോനെ. കാരണം എന്തെന്നറിയാമോ? ദൈവം അടിച്ചതാന്ന് പറഞ്ഞു. കാരണം എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ആ പോരാട്ടം, അങ്ങനെയുള്ള കുറെ പേരുണ്ട്. ഹല്ലേലൂയ. ആ പോരാട്ടം, ഈ പോരാട്ടം, പോരാട്ടക്കാർ കുറെ പേരുണ്ട്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, പോരാട്ടം ഇല്ലെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞേ, പോരാട്ടത്തിന്റെ പുറകെ പോകരുത്, അതിനെ ഫോക്കസ് ചെയ്യരുത്, കർത്താവിനെ ഫോക്കസ് ചെയ്യണം. അവൻ 2 സെൻട്രൽ പാസ്റ്റർമാരും പ്രാർത്ഥിക്കാതെ പോയി, പക്ഷെ അവരെല്ലാം നടുവിൽ ദൈവം എന്നെ ഉപയോഗിച്ചു. അന്ന് ആ സെൻട്രൽ പാസ്റ്റർ പ്രാർത്ഥിക്കാതെ പോയപ്പോഴും എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു, എന്നെ വിലയ്ക്ക് വാങ്ങിയ ഒരുവനുണ്ട്, എന്നെ അഭിഷേകം ചെയ്ത ദൈവമുണ്ട്, ഞാൻ എന്തിനാ തളരുന്നത്? അപ്പൊ മനസ്സിലായോ പ്രിയ ദൈവമക്കളെ? ആമേ. ഇനി ഈ സ്റ്റാഫുകൾ ഉണ്ടല്ലോ, എന്നോട് വളരെ ക്രൂരമായി പെരുമാറി. സഹനം എന്നെ പഠിപ്പിച്ചു, ക്ഷമ എന്തെന്ന് പഠിപ്പിച്ചു ദൈവം എന്നെ. അവർ എന്നെ ദാന ചെയ്യുമ്പോഴും ഹല്ലേലൂയ കിഴിയിടുമ്പോഴും ചൂട് കൂട്ടി അടിക്കുമായിരുന്നു. 5 മണിക്ക് 5:30 ട്രീറ്റ്മെന്റ് തരേണ്ട എനിക്ക് 12 മണിക്ക് അവര് ട്രീറ്റ്മെന്റ് തരത്തുള്ളൂ. ഞാൻ പറയും, എനിക്ക് കഠിന ചൂട്, ഇത് കൂടിപ്പോകുന്നു. അവര് പറഞ്ഞു, ആമേ നിങ്ങൾക്ക് സുഖമാകണമെങ്കിൽ മാത്രം നിങ്ങൾ കിടന്നാ മതി എന്ന്. അപ്പോഴും കർത്താവിനോട് പറഞ്ഞ, കാൽവരിയിലേക്ക് നീ നോക്ക്, ഞാനൊന്നും ചെയ്യാതെ എന്റെ ശരീരം ഒഴിച്ചാൽ പോലെ കീറുമ്പോഴും, എന്റെ രോമം പറിച്ചെടുക്കുമ്പോഴും, എന്നെ തുപ്പുമ്പോഴും, ഹല്ലേലൂയ, ആ മിണ്ടാതെ നിന്ന് കുഞ്ഞാടിനെ നീ ഒന്ന് ധ്യാനിച്ചാൽ, പ്രിയ ദൈവമക്കളെ, എന്നെ ആ സഹനം പഠിപ്പിച്ചു. എന്റെ ശരീരത്തിൽ ആ വേദന ഞാൻ സഹിക്കുമ്പോഴും ആ ക്രിസ്തുവിന്റെ സ്നേഹം എന്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങി. എനിക്കൊരു കാര്യം മനസ്സിലായി, എന്റെ അകത്തൊരു വലിയ സ്വഭാവ രൂപീകരണം നടക്കുന്നു എന്ന്, എന്റെ അകത്ത് വലിയൊരു ക്രിയ നടക്കുന്നു എന്ന്, എന്നെ മറ്റൊരാളാക്കി ദൈവം എന്നെ രൂപാന്തരപ്പെടുത്തുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ചില മേഖലകൾ നമുക്കത് അറിയാൻ പറ്റും. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ പ്രിയ ദൈവത്തിന്റെ മക്കളെ, 25 പ്രാവശ്യം മരണത്തിലൂടെ വിട്ടിട്ട് നാമവാദം എന്ന രോഗം 3 ഇരട്ടി കൈയായിട്ട്, ഒറ്റപ്പെടലിലും കട്ട് എന്ന് പറഞ്ഞാൽ കരുക്ക് മാത്രം കഴിച്ച വയറ് നിറയ്ക്കുന്നേ, വിളയാത്ത ചക്ക മാത്രം കഴിച്ച വയറ് നിറയ്ക്കുന്നേ, പേരയ്ക്ക മാത്രം ആ പറമ്പിലുള്ളതൊക്കെ കഴിച്ചു വയറ് നിറച്ചപ്പോഴും എന്റെ അപ്പനെ സ്തുതിക്കാനും പാടാനും ഞാൻ മറന്നില്ല. അതെ, അധികം വിളച്ചു കിട്ടിയവർ അധികം ആരാധിക്കും. ഹല്ലേലൂയ. അപ്പോഴും ആ പ്രിയന്റെ സാന്നിധ്യം. അതേ പ്രിയ ദൈവത്തിന്റെ പൈതലേ, നീ ഏത് സാഹചര്യത്തിലൂടെ പോകുമ്പോഴും അവന്റെ പ്രസൻസ് നീ അനുഭവിക്കുന്നെങ്കിൽ നീ റൈറ്റ് വേയിലാണ്. ഹല്ലേലൂയ. പക്ഷേ അപ്പോഴും നിനക്ക് പിറുപിറുപ്പാണ് വരുന്നെങ്കിൽ, സംശയമാണ് വരുന്നെങ്കിൽ, ദൈവത്തെ അവിശ്വാസമാണ് വരുന്നെങ്കിൽ, അപ്പോൾ നീ ദൈവത്തോട് പിണങ്ങിയാണ് ഇരിക്കുന്നെങ്കിൽ, നിന്റെ ആത്മീക ജീവിതം നീ പണിയണം. നിന്റെ അകത്തെ മനുഷ്യനെന്ന് ബലം പ്രാപിക്കണം. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ വേഗത്തിൽ അവസാനിപ്പിക്കാൻ പോകുകയാണ്. നിങ്ങൾ പൗലോസിനെ നോക്ക്. പൗലോസിന് ലോകപ്രകാരം നോക്കുമ്പോൾ പൗലോസ് പരാജയപ്പെട്ട ഒരു മനുഷ്യൻ.
മനുഷ്യനായിരുന്നു അല്ലേ? അങ്ങനെയാണെന്നേ. പൗലോസിനെ കുറിച്ച് പഠിച്ചു നോക്ക്. സ്വന്തമായി വീടില്ല, സ്വന്തമായി വസ്തുവില്ല. ഉണ്ടോ സനിമോനെ? ഇല്ല. ആമേ ജയിലിലായിരുന്നു അല്ലേ? ആമേ കൂടെ നിൽക്കേണ്ട സുഹൃത്തുക്കളെല്ലാം പൗലോസിനെ വിട്ടങ്ങ് പിരിഞ്ഞു. അവസാനം പൗലോസ് വധിക്കപ്പെടുകയായിരുന്നു അല്ലേ? ഹല്ലേലൂയ. ഇത്രയും കഷ്ടതയുടെ നടുവിലും അവസാനം താൻ പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, അല്ല വിശ്വാസം കാത്തു, നീതിക്കായുള്ള കിരീടം. ഇതാ ഒരു ദൈവ പൈതന്റെ പ്രത്യാശ. എന്തില്ലെങ്കിലും ആകമേ ബലപ്പെട്ടിരിക്കുന്നവനെ, ആര് കൂടെ നിന്നില്ലേലും ഒന്നുമില്ലേലും, ഇനി നമ്മുടെ പ്രാണൻ മരണത്തിന് വിധിക്കപ്പെട്ടാലും അവിടെയും കുലുങ്ങാത്തതിന്റെ കാരണം, ഇവിടെ എന്റെ ശരീരം അവസാനിച്ചാലും, ശരീരം മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടാലോ, ഒരു പുനരുത്ഥാനത്തിന്റെ ശരീരോ. ഇന്ന് രാത്രി എത്ര പേർ അത് ആഗ്രഹിക്കുന്നു? ആമേൻ, ഹല്ലേലൂയ. നീ കാണുന്നതെല്ലാം താൽക്കാലികമാണെന്ന് പൗലോസ് പത്രോസ് 1 പത്രോസ് 2:11 പറയുന്നില്ലേ? നമ്മൾ പരദേശികളും അപരിചിതരുമാണ്. ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ നമുക്ക് ഒരുക്കുന്ന ഒരു നിത്യ ഭവനമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അതേ പ്രിയ ദൈവത്തിന്റെ പൈതലേ, അത് സ്വർഗീയമായതാണ്. ഈ സ്വർഗീയമായത് ധരിക്കാൻ പൗലോസ് വാഞ്ചിക്കുന്നു. പൗലോസ് വേറൊരു ഭാഗത്ത് പറഞ്ഞു, എല്ലാം വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ ഇരിക്കുന്നതാണ് തനിക്ക് അത്യുത്തമമെന്ന് പറയാനിടയായി. അതായത് സ്വർഗീയമായ ഒരു പാർപ്പിടം, അവിടെ ചെല്ലാൻ ഇന്ന് രാത്രി എത്ര പേർ വാഞ്ചയോടെ ആഗ്രഹിക്കുന്നു? ഈ കൂട്ടായ്മകളെല്ലാം അതിനു വേണ്ടിയാണ് പ്രിയ ദൈവമക്കളെ നമുക്ക് തരുന്നത്. നമ്മളൊന്ന് ഒരുങ്ങാൻ, വചനം കേട്ട് നമ്മളെ ഒന്ന് ചെത്താൻ, നമ്മളെ ഒന്ന് കഴുകാൻ, നമ്മളെ ഒന്ന് ശുദ്ധീകരിക്കാൻ, നമ്മളെ ഒന്ന് അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഓരോ ദിവസവും രാത്രി നീ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ നിനക്ക് ഇങ്ങനെ ഒന്ന് തൃപ്തിയോടെ ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? ഇന്നെന്റെ വാക്കുകളിൽ, എന്റെ ചിന്തയിൽ, എന്റെ കൊടുക്കൽ വാങ്ങലിൽ, എന്റെ ദൈവവുമായുള്ള ബന്ധത്തിൽ, അപ്പാ ഞാൻ നിനക്ക് പ്രസാദകരമായി ചെയ്തത്, ഇന്ന് രാത്രി നീ വന്നാലും വരാൻ ഒരുക്കമുള്ളവനായിട്ടാണ് ഞാൻ ഉറങ്ങുന്നതെന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഒരുക്കം ഉണ്ടാകട്ടെ. ഇറങ്ങിയ നാളിലെ തീഷ്ണത, ഇറങ്ങിയ നാളിലെ പ്രത്യാശ, ഇറങ്ങിയ സമയത്തുള്ള എരിവ്. ആദ്യത്തെ പ്രാർത്ഥനയുണ്ടോ? ആദ്യത്തെ ദൈവ സ്നേഹമുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് രാത്രി കർത്താവ് നിന്നോട് ഇടപെടുകയാണ്. അതിലേക്ക് നീ ഒന്ന് മടങ്ങുവോ?